അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ,
എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് എന്തുമാത്രം കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവോ അത്രയും നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ലഭിക്കും. ശരിക്കും നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ഈ നോൻപിന് നോൻപ് തുടങ്ങുമ്പോൾ തന്നെ കുരിശും പിടിച്ച് പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ കുരിശിൻ്റെ വഴി യാത്രകളെല്ലാം നമ്മൾ പാപപരിഹാരത്തിനായിട്ട് നടത്തും. അത് ആത്മാർത്ഥത്തോടെ തന്നെ നമ്മൾ ചെയ്യണത്. അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ വ്യാഴാഴ്ചയ്ക്ക് വരുമ്പോൾ അന്നത്തെ പരിശുദ്ധ കുർബാന സ്ഥാപനവും അത് വലിയ ഭക്തിനിർഭരമായ അഭിഷേക നിറയണ ഒരു ആഘോഷമാണ്. പിന്നെ അന്നത്തെ അന്നത്തെ ആരാധന അതായത് നമ്മൾ അച്ചടക്കത്തോടുകൂടിയാണ് നമ്മളെല്ലാം ചെയ്യണത്. പിന്നെ ദുഃഖവെള്ളിയാഴ്ച പറയാനും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖവെള്ളിയാഴ്ച മണ്ണിപ്പോലും പിള്ളേരെ കൊണ്ട് വരച്ചാൽ അപ്പന്മാർ ഓടിച്ചു വരുന്നു. മണ്ണി വരച്ച ചോര, കർത്താവിൻ്റെ ചോര വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും നമ്മളെ. ഇത്രയും ഭവ്യതയോടെയാണ് ദുഃഖവെള്ളിയാഴ്ച എല്ലാം പാലിച്ചു പോകുന്നത്. പള്ളിയിലാണ് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായ, അതിനേക്കാൾ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ. കുരിശുമുത്തലൊക്കെ വല്ലാത്ത അനുഭവങ്ങളാണ്. ആ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണത്. പിന്നെ നഗരി കാണിക്കൽ, ഇതെല്ലാം കൂടി വന്നിട്ട് ഇതെല്ലാം മാർഗങ്ങളാണല്ല, വഴികൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ ലക്ഷ്യമില്ലേ, ലക്ഷ്യം ശുവാക്കി കളയും. ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഈ വഴികളെക്കാളും മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. പള്ളികളിലായാലും വീടുകളിലായാലും. നമുക്ക് ക്രിസ്മസ് അല്ലേ വരുന്നത്, പക്ഷേ ക്രിസ്മസ് അല്ലല്ലോ വിശ്വാസപരമായിട്ട് വരുന്നത്. കർത്താവിൻ്റെ തിരുവുദ്ധാനമല്ല വലുത്. സഭയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ തിരുവുദ്ധാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തിരുവുദ്ധാനം നമ്മൾ ആചരിക്കണം. ഞാൻ ഉയർപ്പിൻ്റെ ഒരു ഉപാസകനാണ്. ഞാനെപ്പോഴും കാര്യം എനിക്കതിനെക്കുറിച്ച് ഈ സെമിനാറിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയണത് ഞങ്ങളെ ഈ ക്രിസ്റ്റോളജി ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും നല്ല സബ്ജക്റ്റ് ക്രിസ്റ്റോളജിയാണ്. ക്രിസ്റ്റോളജിയിലാണ് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ റിസറക്ഷനെക്കുറിച്ചും ഒക്കെ പഠിക്കണത്. പിന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ബേസ്മെൻറ്റ്, സഭയുടെ നിലനിൽപ്പും എല്ലാം തിരുവുദ്ധാനത്തിലാണ്. ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ വളരാൻ നമുക്കെപ്പോഴും കുരിശിനോടും നമ്മുടെ സഹനത്തോടും കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ സഹനത്തെ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ താതാമ്യപ്പെടാറുണ്ട് ക്രിസ്തുവിനോട്. പക്ഷെ അവൻ നമ്മളുടെ മരണത്തിൽ മാത്രം താതാമ്യപ്പെട്ടാൽ പോരല്ലോ,
അവൻ്റെ തിരുവുത്ഥാനത്തിലും നമ്മൾ താതാമ്യപ്പെടണ്ടേ? അപ്പോൾ നമുക്കുണ്ടാകുന്ന വിജയങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന അതിജീവനങ്ങൾ, തിന്മയെയും അതുപോലെ തന്നെ പാപത്തെയും ജയിച്ച്, അതായത് കഠിനമായ സഹനത്തിലൂടെ പാപ സാഹചര്യങ്ങൾ ജയിക്കണൊക്കെ ഉത്ഥാനമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുവുത്ഥാനത്തോടാണ് ഐക്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പാപമാണ് വില്ലനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട പ്രമേയം പാപമല്ല, തിരുവുത്ഥാനമാണ് പ്രധാനപ്പെട്ട പ്രമേയം. നമ്മളെപ്പോഴും നമ്മൾ ആരുടെ സാക്ഷിയാണ്? കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ്. അതെന്താ കാര്യം? അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ ഉയർത്തെഴുന്നേക്കുമെന്നുള്ള നല്ല ബോധ്യമാണ്. കാര്യം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടതല്ലേ, അവർ തൊട്ടതല്ലേ, കർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ അവർക്ക് വല്ലാത്ത. ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ബിൻസി, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വരാനിടയായത് 2023 നവംബർ 7-ാം തീയതിയാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് ധ്യാനം കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനത്തെ പറ്റി. അപ്പോൾ ഞാൻ വരുന്ന സാഹചര്യത്തിൽ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയും സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കം കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന കണ്ടായിരുന്നു ഇവിടുത്തെ തന്നെ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം കൊല്ലം ആയിരുന്നതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് ഒരു കുടുംബോഹരി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പപ്പാടെ. അതിനോട് ചേർന്ന് ഞങ്ങളുടെ സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങളറിയാതെ തന്നെ അവർ പ്രമാണം എഴുതിയ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് എഴുതി. അപ്പോൾ ഞങ്ങളുടെ അറിവില്ലാതെ ആ ഒരു സ്ഥലം അവരെഴുതി എടുക്കാനും ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കേസൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് തിരിച്ചെഴുതി കിട്ടുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ ഒരു കാര്യം മാതാവിനോട് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ ഒരു 15 ദിവസത്തിനകത്ത് എനിക്ക് ചെയ്തു തരണേ എന്നിങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ മാതാവ് ആ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ എഴുതിയത് തിരിച്ച് എഴുതി തരാം, അതിന് എന്ത് ചിലവാണോ വരുന്നത് അതവർ ചെയ്തു തരാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചെഴുതി കിട്ടി. പിന്നെ അതുപോലെ തന്നെ ആ സ്ഥലം വിൽക്കാനായിട്ട് ഒരു 20 വർഷത്തോളമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലായിരുന്നു. അവർ ഒരു കുടുംബോഹരി ആകുമ്പോൾ കുറച്ച് 5, 6, 7 പേരോളം അതിൽ അവകാശികളുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലം അതിനോട് ചേർന്നാണ് കിടക്കുന്നത്. വഴിയില്ലാത്തത് കൊണ്ട് ഇത് വിൽക്കാനും പറ്റത്തില്ല സെപ്പറേറ്റായിട്ട്. ഒരാൾ ഒന്നിച്ച് വരുമ്പോൾ അടുത്ത ആൾ എതിർപ്പ് പറയും. അങ്ങനെ ഇത് നീണ്ടു പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഇന്ന് സ്ഥലമൊന്നും വിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം ഒരു 2024 ജനുവരി 7-ാം തീയതി ഇവിടെ വന്നു. ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ആരോഗ്യപരമായിട്ടുമൊക്കെ. വയ്യ, മൈഗ്രെയിനൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനിവിടെ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് ഞാനിവിടെ ആദ്യം ആ എൻക്വയറി കൗണ്ടറിൽ പോയിട്ട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഉള്ളത്, എനിക്ക് ഉടമ്പടി എടുക്കണമായിരുന്നു. പക്ഷെ അന്ന് സമയം കഴിഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു, മാതാവിനെ ഉടമ്പടി എടുത്തിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. മാതാവ് എല്ലായിടത്തേക്കും വരുന്ന സഞ്ചാരി മാതാവാണ്, എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കൂടെ വന്ന് സഹായിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വിശ്വാസം ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്തറ ഞാൻ ആകെ തകർന്നു പോയി. വേറൊരു മാർഗ്ഗമില്ല, ഇത്രയേറെ കടങ്ങളായി. സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വീട് വെക്കാനും പറ്റുന്നില്ല. സാമ്പത്തിക ബാധ്യതയൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് കരഞ്ഞു. വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല, ഞങ്ങൾക്ക് ഈശോയും മാതാവും അല്ലാതെ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എന്നിരുന്നാലും എൻ്റെ കൂടെ വരാൻ മാതാവിന് മനസ്സുണ്ടെങ്കിൽ കൂടെ വരണം, വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി, മാതാവിനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എനിക്കാകെ വയ്യ. ഞാൻ മൈഗ്രെയിൻ്റെ പ്രശ്നം കാരണം ഛർദ്ദിലും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടി. BP ഒക്കെ ലോ ആയിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ വീട്ടുകാർ എന്നെ ആകെ സങ്കടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് വന്നിട്ട് ഇങ്ങനെ അവസ്ഥയിൽ വന്നു കണ്ടപ്പോഴത്തേനും. അപ്പോൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞു, ഞമ്മ കരയില്ലേ, അമ്മയുടെ കൂടെ മാതാവ് ഇരിക്കുന്നമ്മയെന്ന് പറഞ്ഞു. അവൾക്കൊരു 3.5 വയസ്സ് എന്തോ ഉള്ളൂ. ആ കുഞ്ഞ് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നപ്പോൾ അവളെനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അത്രയും പ്രായം അവൾക്കുള്ളൂ. അമ്മ വിഷമിക്കേണ്ട, മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രി എൻ്റെ അമ്മ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ കാണുകയാണ്, ഞങ്ങളുടെ വീടിന് ചുറ്റും 2 വണ്ടി നിറച്ച്
കുറേ പട്ടാളക്കാരെ പോലെ ആൾക്കാരെ കൊണ്ട് വീടിന് കാവൽ നിർത്തുന്ന മാതാവ്. അങ്ങനെ ഒരു സ്വപ്നം എൻ്റെ അമ്മ കണ്ടു. അത് കഴിഞ്ഞിട്ട് 28-ാം തീയതിയാണ്, ജനുവരി 28-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അന്നും ഇതുപോലെ എൻ്റെ കുഞ്ഞിന് വയ്യ, വീട്ടിലുള്ളവർക്കൊക്കെ പനി, ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നൊരു സമയത്തിലാണ് ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ ഞാൻ വന്നു, ഉടമ്പടി എടുത്തിട്ട് പോയതിൻ്റെ പിറ്റേന്നായപ്പോഴേക്കും, തിങ്കളാഴ്ചയാണ് പിന്നെ അത്, ചൊവ്വാഴ്ച ആയപ്പോഴേക്കും ഇങ്ങനെ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ് സംസാരങ്ങളായി. അപ്പം ഒരാൾ എഴുതി തരാൻ ഓക്കെയാണ്, അടുത്ത ആൾക്ക് വീണ്ടും എതിർപ്പ് വരുന്നു. അങ്ങനെ ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ അവിടെ വന്നു പറഞ്ഞു, ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, ഈ സ്ഥലത്തിൻ്റെ ഈ പൈസ കടങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് വിറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാനങ്ങ് നെഞ്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട്. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു 2 പാരഗ്രാഫായിട്ട് എഴുതി കാണിച്ചു. ബാക്കിയൊന്നും എനിക്ക് വ്യക്തമല്ല. അതിൽ 72-10-24 എന്നൊരു നമ്പർ എനിക്ക് എഴുതി കാണിച്ചു മാതാവ്. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ഞാൻ അത് സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം പിന്നെ അന്നത്തെ ദിവസം രാത്രി തന്നെ ഞാൻ വേറൊരു സ്വപ്നം കൂടെ കണ്ടു. ഞാൻ ഒരു കുരിശടിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ മാതാവിനെ കാണുന്നില്ല. അപ്പം അന്ന് ഒരു മാതാവ് ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് എൻ്റെ മനസ്സിൽ കണ്ടത്. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പം വീണ്ടും വേറൊരു ബിൽഡിംഗ് കാണുന്നത്. ആ ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ നമ്മളെ നാട്ടിലുള്ള പോലെ ഒന്നും അല്ല കാണുന്നത്, കൺസ്ട്രക്ഷൻ. അതൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ സിസ്റ്റർമാരൊക്കെ നിന്നിട്ട് എന്നെ സാക്ഷ്യം പറയാനായിട്ട് എഴുതാനായിട്ട് നിൽക്കുവാണ്. ഒരു സിസ്റ്റർ എഴുതിയെടുക്കുവാണ് ഇങ്ങനെ. അപ്പം എൻ്റെ മോളുടെ പ്രായത്തിൽ എൻ്റെ അനിയൻ അവിടെ കാണുന്നത്. അപ്പം അനിയനോട് ഞാൻ പറയും, നിൽക്കും മോനെ, ഞാൻ സിസ്റ്റർ പറയുന്നത്, ഞാൻ സാക്ഷ്യം പറയുന്നത് പറഞ്ഞിട്ട് വരട്ടെ എന്ന് ഞാൻ അവനോട് സ്വപ്നത്തിൽ പറയുക. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന്, അത് ചൊവ്വാഴ്ചയായിരുന്നു, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ഒരു 10-10:30 ഈ പറഞ്ഞ സമയത്തോടടുപ്പിച്ച് എനിക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലം വിൽക്കുന്നതിന് ആർക്കും തടസ്സമില്ല, തൊട്ട് മുകളിലുള്ള വീട്ടുകാർക്ക് ആ വസ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അതിന് അഡ്വാൻസ് തരാമെന്നെല്ലാം ഓൾറെഡി സംസാരിച്ചായിരുന്നു. അതിന് ആർക്കും എതിരില്ല. അങ്ങനെ അതിന് അഡ്വാൻസ് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങളിത് കേസ് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ കേസിൻ്റെ ക്ലിയർ എല്ലാം ആയിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാലൻസ് പൈസ കിട്ടുള്ളൂ. അതെനിക്ക് ഒരാഴ്ച പോലും ആവുന്നതിന് മുന്നേ മാതാവ് ചെയ്തു തന്നെ. ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ആ വസ്തു വിറ്റ് അതിൻ്റെ പൈസ ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടായിരുന്നു വേറെ. അവിടെ ഞങ്ങൾക്ക് 2 വർഷമായിട്ട് സ്ഥലം വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ, വീട് പണിയൊന്നും നടന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ വെള്ളമൊക്കെ കയറും, മഴയായി കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ടൊന്നും പറ്റത്തില്ല, സ്കൂളിലേക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, മുട്ടോളം വെള്ളമൊക്കെ, ഭയങ്കര പാടാണ് അവിടെ താമസിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ അതും മാതാവിനോട് പറഞ്ഞപ്പോൾ, ഈ പറഞ്ഞ് അധികം നാളാവുന്നതിന് മുന്നേ തന്നെ, ഒരു 30 ദിവസം ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആ സ്ഥലത്ത് വീട് പണി തുടങ്ങാനായിട്ട് പറ്റിയെങ്കിലും കുറച്ചധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ കട്ടള വെക്കുന്നതിന് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പാടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പണിക്കാരെ കിട്ടും, ചിലപ്പോൾ അത് പണി നടക്കത്തില്ല, അങ്ങനെ ആശാരിമാരെ ഒന്നും കിട്ടാത്ത അവസ്ഥയൊക്കെ ആയി. അങ്ങനെ തടി അവിടെ കൊണ്ടിട്ടു, അത് അവിടെ മഴയത്ത് കിടന്ന് ചീത്തയാകാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവ്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ്, നീ ഔസേപിതാവിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഔസേപിതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും ചേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേന്ന് ദിവസം എൻ്റെ സഹോദരൻ അവൻ വർക്ക് ചെയ്യും, അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഒരു കട പോലെ സ്ഥലത്ത് ഈ തടിയൊക്കെ എടുത്തിട്ട് അവർ വീട്ടിൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഓക്കെയാണ്, സാധനം അവിടെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അത് പണിക്ക് വേണ്ടിയിട്ടുള്ള കട്ടളയും കതകും അങ്ങനെയുള്ളതെല്ലാം അവിടെ കൊടുത്ത് ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് പറ്റി. പിന്നെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഉടമ്പടി വസ്തുക്കളായി ഉപ്പൊക്കെ കൊണ്ടിടും, കിണറ്റിലാണെങ്കിലും പ്രാർത്ഥിച്ച് വെള്ളമില്ലാതിരുന്ന സമയത്ത് ഉപ്പൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ആ വെള്ളം എടുത്താണ് ഞങ്ങൾ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മഴയൊക്കെ കൂടുതലും പണിക്കൊക്കെ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ മഴയൊക്കെ വരുന്ന സമയമുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് മഴയത്ത് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പണിക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും അതുപോലെ പൈസ നഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. ഒന്നിച്ച് മൊത്തത്തിൽ ഒരു കോൺട്രാക്ട് വർക്ക് എടുത്ത് കൊടുക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഉള്ളതുപോലെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. എത്ര മഴ വന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ ആ മഴ അങ്ങ് മാറും, വെയിലാകും ഞങ്ങളുടെ വീട്ടിലേക്ക്. പിന്നെ പണി നടക്കുന്നതിന് തടസ്സമൊന്നും ഇല്ലാതെ തന്നെ നടക്കുകയും ചെയ്യും.
പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥലം വിറ്റ സമയത്ത് അച്ഛൻ്റെ സഹോദരി അപ്പച്ചി ഞങ്ങളുടെ സ്ഥലം അവരുടെ സ്ഥലം ഓഹരി എഴുതി തരാമെന്നും പറഞ്ഞിട്ട് ഒരു 1.5 ലക്ഷം രൂപയോളം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും തരാതെ കുറച്ച് പാടായിരുന്നു. അത് ഇതിനിടയ്ക്ക് തന്നെ ആ പൈസ ഞങ്ങൾക്ക് തിരികെ കിട്ടി. പിന്നെ ഈ ആധാർ എഴുതുന്ന സമയത്ത് അതിനായിട്ട് ഒരു ബന്ധപ്പെട്ട് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ പപ്പ പറഞ്ഞിട്ടാണ് ആധാരമൊക്കെ എഴുതാമെന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയത്. പക്ഷേ ആ പുള്ളിക്കാരൻ നമ്മളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടൊന്നും ചെയ്തു തന്നില്ല. ആ പൈസയും കിട്ടാതെ ഞങ്ങൾ 2022 പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തായിരുന്നു. അത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചത് ആ പൈസ അത് തിരികെ ഞങ്ങൾക്ക് 140 സംതിങ് ആണ് കിട്ടാനുള്ളത് എമൗണ്ട്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ മാസം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചൊരു ദിവസം അന്ന് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നായിരുന്നു, മാതാവ് എനിക്ക് ആ പൈസയോട് തിരിച്ചു കിട്ടണം, ബാക്കിയെല്ലാം എനിക്ക് ചെയ്തു തന്നു എന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം കൂടി മാതാവ് ഞാൻ എന്നാണോ വരാൻ ഉദ്ദേശിച്ചത് ആ ദിവസം തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിന് എൻ്റെ സഹോദരൻ ആ പുള്ളിക്കാരനെ കാണാനിടയായി സംസാരിച്ചു. പിന്നെ അതിന് ഒത്തുതീർപ്പിനാവുകയും ചെയ്തു. ആ കൊടുത്തതിനകത്ത് നിന്ന് 1 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിരുന്ന സമയത്തൊക്കെ മാതാവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കടങ്ങളൊക്കെ തീർക്കാനായിട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രോഗങ്ങളുണ്ടാകുന്ന സമയങ്ങളിലും കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഒക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. മരുന്നിനോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പലതവണയും പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾക്ക് അതിനൊക്കെ സൗഖ്യം കിട്ടി. ഇപ്പോൾ തന്നെ സാക്ഷ്യം പറയാൻ വരുന്ന സമയത്തൊക്കെ ഈ ഇട കൊണ്ട് എൻ്റെ ഉടമ്പടി തീർന്നിട്ട് എനിക്ക് 1 മാസത്തോളം ആകുന്നു. അപ്പോൾ ആ ഒരു സമയത്തിനകത്ത് ഞാൻ വരാൻ നോക്കുമ്പോഴൊക്കെ അസുഖങ്ങളാണ്. വീട്ടിലുള്ളവർക്കൊക്കെ അസുഖങ്ങളുണ്ടാവും, അമ്മയ്ക്കുണ്ടാവും, എനിക്കുണ്ടാവും. ഇപ്പം തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുഞ്ഞിന് വയ്യ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചതാണ്. കായംകുളം കഴിയുന്ന ആ സമയം വരെയും ഞാൻ കൊല്ലത്തുള്ളതാണ്. ആ സ്ഥലം വരെയും എൻ്റെ കുഞ്ഞ് ഛർദ്ദിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊന്നും കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങ് കണ്ടിന്യൂസ് ഛർദ്ദിൽ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത്രയേറെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും മാതാവ് ഞങ്ങളുടെ ആ വിശ്വാസത്തെ ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളുടെ മാതാവാണ്. ആ വിശ്വാസത്തെ മാതാവ് ഞങ്ങൾ മാനിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഉടമ്പടി തൈലം പൂശിയിട്ട് മാത്രമേ പോകാറുള്ളത്. ആവശ്യങ്ങൾക്ക് മാത്രമല്ല, എവിടെ പോയിരുന്നാലും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. ഞങ്ങൾക്ക് മാതാവില്ലാതെ ഈശോ ഇല്ലാതെ എങ്ങും പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് രോഗികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്നെക്കൊണ്ടാവും വിധം, കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ടാവും വിധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അത് ഞാൻ പോകുന്ന സമയത്ത് ബസ്സിലാണെങ്കിലും കൊടുക്കും. തൊട്ടടുത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ അവരോട് ചോദിച്ച് സംസാരിച്ച് മനസ്സിലാക്കി എനിക്ക് ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴാണെങ്കിലും വീടിന് അടുത്ത പരിസരത്താണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് മാതാവിനെ പറ്റി പറയാൻ്റെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയേറെ എന്നെ സഹായിച്ച മാതാവിൻ്റെ അടുത്ത് മറ്റൊരാൾക്ക് പോയാൽ അവരും രക്ഷപ്പെടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവരോടെല്ലാം മാതാവിനെ പറ്റി പറയാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നിരുന്നാലും എൻ്റെ അമ്മയും ഞാനും ഒക്കെ ഞങ്ങൾക്ക് മാതാവ് തന്നതാണ് ഞങ്ങൾക്ക് ആ ഭവനം. വേറെ ആരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ഈശോയും മാതാവും മാത്രമാണ് ഞങ്ങളെ ഇത്രയും വഴി നടത്തിയത്, ഞങ്ങളെ സഹായിച്ചത്. ഞങ്ങൾക്ക് ഉടമ്പടി ഇല്ലാതെ 1 സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അത്രത്തോളം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 22-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ബിൻസി എന്ന മകൾ വളരെ ശക്തമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 34 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു വലിയ ജീവിത പ്രശ്നത്തെയാണ് വെറും 15 ദിവസത്തിനുള്ളിൽ അമ്മ പരിഹരിച്ചു കൊടുത്തതെന്ന് മകളേറ്റു പറയുകയാണ്. അവരുടെ ബന്ധുവിൻ്റെ ഒരു അതിക്രമിച്ചെടുത്ത ഇവരുടെ ഭൂമിയിൽ നിന്ന് അവർക്ക് തന്നെ അവരുടെ ആ വീട് വിൽക്കാനോ ആ സ്ഥലം വിൽക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ സാധിക്കാതെ വന്നപ്പോൾ ഒരു ബന്ധുവിനോട് തന്നെ വഴക്കിടേണ്ടി വരുമോ എന്നുള്ളൊരു വലിയ ആശങ്കയിൽ അവരോട് വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ബന്ധുവിൻ്റെ മനപരിവർത്തനം ഉണ്ടാവുകയും ആ സ്ഥലം ഇവരുടെ തന്നെ സ്ഥലം കയ്യേറിയത് ഇവർക്ക് തന്നെ വളരെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള വലിയ അനുഗ്രഹം അവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ സ്ഥലം വിൽക്കുവാനും അവരുടെ വീട് പണിയുവാനുമെല്ലാം
വളരെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നത്തിലൂടെ പരിശുദ്ധ അമ്മ നിങ്ങളുടെ വീട് പണിയിക്ക് ഞാൻ തന്നെ കാവൽ നിൽക്കും, ഒരു വലിയ പട്ടാളത്തെ തന്നെ പരിശുദ്ധ അമ്മ കാവൽ നിർത്തി ആ വീടിനെ സംരക്ഷിക്കുന്നതായി മകൾക്ക് സ്വപ്ന ദർശനത്തിലൂടെ അറിവ് നൽകുകയും 72:10:24 എന്ന ആ മണിക്കൂറുകൾ കൃത്യമായി കാണിക്കുകയുണ്ട്. 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. അതുപോലെ തന്നെ ആ മണിക്കൂറിൽ 10 മണിക്ക് 24 സെക്കൻഡ് ഉള്ളപ്പോഴാണ് അവർക്ക് 24 മിനിറ്റിലാണ് ആ സംഭവം നടക്കുന്നത് തന്നെ. അങ്ങനെ അവരുടെ വീട് പണി റെഡ് അലേർട്ടിൽ പോലും അവർക്ക് കൃത്യമായി പണിത് അവസാനിപ്പിക്കാനായി സാധിച്ചു. പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു നല്ലൊരു വീട് പണിത് അവർക്ക് കയറി താമസിക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകി. അതുപോലെ തന്നെ ഇവർ പല തവണകളായി പലർക്കും പൈസ കടന്നും കൊടുത്ത് തിരിച്ചു വരാതെയപ്പോൾ ഇവർക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല. പരിശുദ്ധ അമ്മയാണ് എൻ്റെ അമ്മയും എൻ്റെ ആശ്രയവും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിച്ചപ്പോഴെല്ലാം ഇവരുടെ ആ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ കേൾക്കുകയും സമയാസമയങ്ങളിൽ ഉടമ്പടിയുടെ ഉറപ്പിൽ ഇവർക്ക് എപ്പോഴും ഈശോ ഇവർക്ക് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. നമ്മുടെ എല്ലാ കണ്ണുനീരിനെയും സങ്കടങ്ങളെയും ജീവിത പ്രതിസന്ധികളെയും എല്ലാ ജീവിത തകർച്ചകളെയും ബന്ധങ്ങളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു നന്ദി. എൻ്റെ പേര് സജിമോൻ തോമസ്. ഞാൻ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാത ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 29/9/2024 ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിരുന്നു. അതിനൊരു രോഗസൗഖ്യം കിട്ടിയ കാര്യം ആദ്യമേ ആ കൊച്ചു തന്നെ നേരിട്ട് പറയും. ആദ്യം തന്നെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഉണ്ണിമായ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ എയിംസിൽ BSc നഴ്സിംഗ് 4th ഇയർ പഠിക്കുകയാണ്. എനിക്ക് 4 വർഷമായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ പ്രകാരം അത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ബോഡിയിൽ ഒരു CCP എന്ന് പറയുന്ന ഒരു ഫാക്ടർ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് ലൈഫ് ലോങ് മെഡിസിൻ എടുത്താലും അത് പൂർണ്ണമായും ഭേദമാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുന്നതിനും എഴുതുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ എണീക്കാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തിൽ മാതാവിനെ പറ്റി അറിഞ്ഞത്. എനിക്ക് ഫസ്റ്റ് മാതാവിനെ പറ്റി ഒന്നും അറിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് അങ്ങനെ മാതാവിനെ പറ്റി അങ്ങനെ വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഡെയിലി എൻ്റെ ഫ്രണ്ട് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ വെക്കേഷന് പോയപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ലബോറട്ടറിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോഴേക്കും എൻ്റെ CCP ഒക്കെ നെഗറ്റീവായിട്ട് കണ്ടു. ഞാനത് എയിംസിലെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ വിശ്വസിച്ചില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ ഏതെങ്കിലും മോശം ലാബിൽ നിന്ന് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എയിംസിൽ തന്നെയുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ലബോറട്ടറി വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ അവിടെ നിന്നും മൊത്തം എൻ്റെ CCP മൊത്തം ഫാക്ടേഴ്സും നെഗറ്റീവായി കണ്ടു. ഞാൻ ക്യാൻസറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തോട്രിക്സേറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡെയിലി വോമിറ്റിങ്ങും ഡ്യൂട്ടിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂടാതെ ഞാൻ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നൊരു ടാബ്ലറ്റുമായിരുന്നു യൂസ് ചെയ്തത്. അത് 2 വർഷത്തിലധികം യൂസ് ചെയ്ത കണ്ണിന് ടോക്സിസിറ്റി ആവുമെന്നൊക്കെയായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പിന്നെ 2 ലാബ് റിപ്പോർട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മെഡിസിൻ നിർത്തിക്കോളാൻ എന്നോട് പറഞ്ഞു. പൂർണ്ണമായും ഭേദമായെന്ന് പറഞ്ഞു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലജി. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. മാമൂട് എന്ന സ്ഥലത്തു നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം ഞാൻ പറയുന്നത്, ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ ഞങ്ങൾ ജോയിൻ്റ് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾക്ക് അതിൽ നിന്നും കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിനും ജോയിൻ്റ് ഉടമ്പടി ആയതുകൊണ്ട് ഒരു കാശ് രൂപ മാത്രം, ഒരു ലോക്കറ്റ് മാത്രമേ കിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കൊരു മാതാവിൻ്റെ ഒരു സംരക്ഷണം വേണം, എനിക്കൊരു ലോക്കറ്റ് വേണമെന്ന്. ഞാനതുകൊണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം വന്ന് ഞാൻ പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അതിഭയങ്കരമായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് എനിക്ക് മുട്ടുവേദന അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ നിയോഗത്തിലൊന്നും ഞാനിത് വെച്ചിരുന്നില്ല.
എനിക്ക് മുട്ടുവേദന സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ മാസം തീർത്ഥാടനങ്ങളൊക്കെ നടത്തിയപ്പോൾ ഞാൻ മുട്ടുവേദന വെച്ചുകൊണ്ട് ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എപ്പോഴാണെന്ന് അറിയില്ല, എൻ്റെ മുട്ടുവേദന അപ്രത്യക്ഷമായി. സമയച്ചുരുക്കത്തിൻ്റെ മാതാവേ എനിക്ക് പൂർണ്ണമായ രോഗസൗഖ്യം നൽകി. അതുപോലെ തന്നെ ഞാൻ ടൂ വീലർ ഓടിക്കും. ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഒരു ഓട്ടോ എൻ്റെ സൈഡിൽ കൂടെ വന്നു. ഓട്ടോയിൽ തട്ടി എൻ്റെ ബാലൻസ് പോയി. ഞാൻ ഏതാനും കുറച്ച് ദൂരെ, ഈ പള്ളിയുടെ ഒരു മധ്യത്തിൽ അത്രയും ദൂരത്തോളം ഞാൻ ഈ ബാലൻസ് ഇല്ലാതെ സ്കൂട്ടറിൽ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മറിഞ്ഞു വീഴുകയോ ഒന്നും ചെയ്തില്ല. അവസാനം കൊണ്ടുവന്ന് എന്നെ ആരോ പിടിച്ചു താത്ത് വെച്ചതുപോലെ തന്നെ ഞാൻ ടൂ വീലർ കൊണ്ട് താത്ത് വെച്ചു. ഒരാപത്തും കൂടാതെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകിയ, ഇതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ആളുകളില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതുപോലെ ഇത്രയേറെ അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയൊരു സൗഖ്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഈ നെഞ്ചത്തെ വേദന അതുപോണക്ക് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കപ്പം ഞാൻ സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. കുർബാന കൂടാതെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി കുർബാന ഇല്ലാതെ മുന്നോട്ട് പോകാൻ. അന്നേരം ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ വൈഫും മകനൂടെ പള്ളിയിലേക്ക് പോയി. എനിക്കപ്പം അവർ ഫോണിൽ കുർബാന വെച്ച് തന്നു. ഞാനത് കണ്ടുകൊണ്ടിരുന്നു. കുർബാനയ്ക്ക് ശേഷം വേദന അതുകൊണ്ട് തന്നെ നെഞ്ചത്തുണ്ട്. ഞാൻ കുർബാനയ്ക്ക് ശേഷം പിന്നെ അവിടെ കിടക്കുന്നിടത്ത് തന്നെ കിടന്നുകൊണ്ട് ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ആ കൊന്ത ചൊല്ലുന്നതിനെ ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ മയങ്ങിപ്പോകുന്ന കണക്കൊരു ഫീൽ ചെയ്തു. ആ ഉറക്കത്തിൽ എന്നെ ആരോ എൻ്റെ ദേഹത്ത് കയറി കിടക്കുന്ന ഓണക്കത്തെ ഒരു ഫീലിംഗ്, എന്നെ കെട്ടിപ്പിടിക്കുന്ന ഓണക്കത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. ഞാൻ അന്നേരം എൻ്റെ ഇളയ മകൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓർത്ത് ഇവൻ എന്നെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന, ഞാനിങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്ത് അങ്ങനെ കയറി കിടക്കാവോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോഴത്തേക്കിന് അവനല്ല. പക്ഷേങ്കിൽ അതിന് ശേഷം ഇവർ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെ ആ നെഞ്ചത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്ന അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. എനിക്ക് ആ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും അതോടുകൂടി മാറിക്കിട്ടി. അത് ശരിക്കും മാതാവിൻ്റെ ഒരു സംരക്ഷണമായിരുന്നു എനിക്കത് ബോധ്യപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഭയങ്കര നേരത്തെ ഒരു വീഴ്ചയുണ്ടായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് അച്ഛനെ ഇവിടെ വന്ന് കണ്ട് കാശുരൂപം എനിക്ക് തരുകയും ചെയ്തു. അച്ഛൻ്റെ കാശുരൂപം കൊണ്ട് ഞാൻ സ്ഥാപനത്തിൽ വെച്ച് അതിനുശേഷം എൻ്റെ ബിസിനസ് പണ്ട് നടന്നതിനേക്കാൾ ഡബിളായിട്ട് നന്നായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞങ്ങൾ എല്ലാ മാസവും വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അതുകൂടാതെ ഞങ്ങളുടെ പള്ളികളിലോ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കൊടുക്കാതെ പത്രങ്ങൾ കെട്ടായിട്ടൊക്കെ കിടക്കുന്ന കണ്ടാൽ അത് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. കൊടുക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കും. അതോടൊപ്പം ഈ പഠിക്കാൻ ബുദ്ധിമുട്ട്, അതുപോലൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്കറിയുന്നവരെ ഒക്കെ ചെന്ന് കണ്ടുപിടിച്ച് അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലാരും കുർബാന മുടക്കാറില്ല. എല്ലാ ദിവസത്തെ കുർബാനയ്ക്ക് പോകും. കുമ്പസാരം എല്ലാവരും ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാറുണ്ട്. മോള് പഠിക്കുന്ന വെളിയിലാണെന്ന് പറഞ്ഞാലും അവളും ഓൺലൈനിൽ കുർബാന കൂടുകയും ഈ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. അവരുടെ നേർച്ച വസ്തുക്കളും പ്രാർത്ഥന കൊണ്ട് അവരുടെ ഒരു റൂമിൽ ഉള്ള ആൾക്കാർ മുഴുവൻ അക്രൈസ്തവരാണെങ്കിൽ പോലും അവരും ഈ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുകയും അവരിലൂടെ അനേകർ രോഗസൗഖ്യം തേടുകയും ഇതുപോലെ ഓൺലൈനിൽ നമ്മുടെ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അവരെ ജോലി ചെയ്യുന്ന സ്ഥലത്തും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരില്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം തിരുവചനം. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു,
മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. സജിമോൻ എന്ന സഹോദരൻ ജീവിത പങ്കാളിയും മകളുടെ കൂട്ടുകാരിയുമായ ഉണ്ണിമായുമായിട്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. സജിമോൻ്റെ ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ, അവർക്ക് സമയച്ചുരുക്കത്തിലൂടെയും നോട്ട് ബൈ മെറിറ്റിലൂടെയും ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം മകൾ ഉടമ്പടിയെടുത്ത് ആന്ധ്രാപ്രദേശിൽ എയിംസിൽ ജോലി ചെയ്യുകയാണ്. അവിടെയുള്ള കൂട്ടുകാരിയാണ് ഈ ഉണ്ണിമായയ്ക്ക് 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി റുമാറ്റിക് ആർത്രൈറ്റിസ്, ആമവാദം പോലെ വലിയ വേദന സഹിക്കാൻ പറ്റാത്ത ഒരസുഖമാണ് ഈ മകൾക്കുണ്ടായിരുന്നത്. ആ മകളുടെ വളരെ കാലമായി ഈ മരുന്ന് ഒരിക്കലും, ആർത്രൈറ്റിസിൻ്റെ മരുന്ന് ഒരിക്കലും നിർത്തരുത് എന്ന് ഡോക്ടേഴ്സ് വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവളുടെ ആ വേദനയിൽ കൂട്ടുകാരി തന്നെ സജിമോൻ്റെ മകൾ ആ വേദനയിൽ പങ്കുചേർന്ന് ആ മകൾക്ക് എന്നും ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മകൾ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ തന്നെ ഈ മകളുടെ കംപ്ലീറ്റ് ഹീലിംഗ് ഈ മകൾക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആർത്രൈറ്റിസിൻ്റെ വേദന അനുഭവിച്ചവർക്ക് അറിയാം. അവർ പറയുന്നത് അത് അതികഠിനമായ വേദനയെന്നാണ്. രാവിലെ എണീക്കാനും അതുപോലെ തന്നെ അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുമുള്ള ആരോഗ്യസ്ഥിതി വളരെ വേദനാജനകമാണെന്ന് ഈ വേദനയുള്ളവർ, ഈ രോഗത്തിലൂടെ കടന്നു പോകുന്നവർ ഏറ്റു പറയുന്നുണ്ട്. അങ്ങനെ മകൾക്ക് വലിയ സാക്ഷ്യം നൽകിയതിനെ ഉണ്ണിമായ തന്നെ ഇവിടെ വന്ന് ഇന്ന് ഉടമ്പടിയെടുത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുകയാണ്. ഈശോ സ്പർശിച്ചവരാരും തന്നെ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ഈ ലോകത്തിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷ നൽകാൻ ഒരേ ഒരു നാമം മാത്രമേ അവശേഷിച്ചിട്ടുള്ളത്. ഈശോ എന്ന പരിശുദ്ധമായ മധുരനാമമാണ്. ഈശോയ്ക്ക് മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ എന്ന് ഉണ്ണിമായയുടെ ജീവിതത്തിലൂടെ ഉണ്ണിമായ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ സജിമോൻ്റെ നെഞ്ചുവേദനയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ആൻജിയോപ്ലാസ്റ്റിന് ശേഷമുണ്ടായിരുന്നുള്ള ആ കഠിനമായ വേദന പരിശുദ്ധ അമ്മയുടെ ഒരു ആലിംഗനത്തിലൂടെ, ഒരു ദർശനത്തിലെ ആലിംഗനത്തിലൂടെ അമ്മ സ്പർശിക്കുന്നതായി ഈ മകന് തോന്നുകയും അതോടുകൂടി ആ വലിയ ജീവിതഭാരം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റുകയും ചെയ്തു. ജീവിത പങ്കാളിയുടെ ഒരു വലിയ സംരക്ഷണത്തെക്കുറിച്ച് മകൾ പറയുകയുണ്ടായി. സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴും, കാശുരൂപം എപ്പോഴും ധരിച്ചുകൊണ്ടാണ് മകൾ ജീവിക്കുന്നതും സഞ്ചരിക്കുന്നതും. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വലിയ സംരക്ഷണവും അത്ഭുതങ്ങളും അവർ ഏറ്റുപറയുകയാണ്. അതുപോലെ 15 വർഷമായിട്ടുള്ള മുട്ടുവേദന, തീർത്ഥാടനങ്ങൾ നടത്തി, നോമ്പുകാലത്ത് തീർത്ഥാടനത്തിൽ ഈ മകൾ 14 പള്ളികൾ ദർശിച്ച് അവിടെ നിന്ന് തിരിച്ചു ചെന്നപ്പോഴാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി എന്ന് രേഖപ്പെടുത്തുന്നു. ഇവരുടെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതങ്ങൾക്കും സൗഖ്യത്തിനും നന്ദി പറയുമ്പോൾ ഇവർക്ക് വായിച്ചെടുക്കാനുള്ളത് സജിമോൻ ചെയ്ത ഒരു വലിയ കാര്യമാണ്. നമുക്ക് അറിവും പരിചയവുമില്ലാത്ത സഹോദരങ്ങളെ പരിചരിക്കുമ്പോൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗങ്ങളും വചനവും മരുന്നോ ലേപനമോ ഒന്നുമല്ല നമ്മെ സൗഖ്യപ്പെടുത്തുന്നത്. അവിടുത്തെ മുറിവുകളാൽ നമ്മൾ സൗഖ്യപ്പെട്ടു എന്ന ഈ ദിവസങ്ങളിൽ, ഈസ്റ്റർ ദിനങ്ങളിൽ നമ്മൾ ഓർമ്മിച്ചെടുക്കുകയാണ്. ഈ ഉയർപ്പ് തിരുനാളിൻ്റെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേർന്നുകൊണ്ട് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, സജിമോനും കുടുംബത്തിനും ഉണ്ണിമായയ്ക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും 1000 കോടി നന്ദി. എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് 1000 കോടി നന്ദി. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും 1000 കോടി നന്ദി. എൻ്റെ പേര് സിന്ധു, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ അഭിനന്ദ്, മോള് തീർത്ത. എൻ്റെ മോടെ ഒരു രോഗസൗഖ്യം പറയാനാ പറയുന്നത്. എൻ്റെ മോക്ക് 10ാം ക്ലാസ് മുതൽ 10 വയസ്സ് തൊട്ട് എൻ്റെ മോക്ക് ശ്വാസം മുട്ടലിനും ആസ്മയുടെ അസുഖമായിരുന്നു. ഇപ്പം 3-3.5 കൊല്ലം കൊണ്ട് മരുന്നുകൾ കഴിച്ച് ഇഷ്ടംപോലെ ഹോസ്പിറ്റലിലും എല്ലാം മരുന്നും മേടിച്ച് ഒത്തിരി 2-3 ആഴ്ചയാകുമ്പം സുഖമാവും, പിന്നെയും വയ്യ, ശ്വാസം മുട്ടൽ. അങ്ങനെ 2 നേരം ഇൻഹീലറും അടിച്ച് ഗുളികയും കഴിച്ച് നടക്കുക. ഡോക്ടർമാർ ഒത്തിരി എടുത്ത് കാണിച്ചപ്പം ഡോക്ടർമാർ പറഞ്ഞു ഇത് സ്ഥിരം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് മാറത്തില്ല. അങ്ങനെ മോക്ക് ഭയങ്കര അസ്വസ്ഥക്കേടായിരുന്നു. ഒന്നും കഴിക്കാൻ, തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് യൂട്യൂബ് വഴിയാണ് ഞാൻ ആദ്യമേ കൃപാസന മാതാവിൻ്റേത് അറിഞ്ഞത്.
അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ഗുളിക എഴുപ്പും ഇൻഹീലറടി എല്ലാം നിർത്തി. അങ്ങനെ മോക്ക് പകുതി സുഖമായി. പിന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ എൻ്റെ മോക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പം ഒരു 5 മാസം കൊണ്ട് ഇൻഹീലറും ഉപയോഗിക്കുന്നില്ല, ഗുളികയും കഴിക്കുന്നില്ല. മോക്ക് എല്ലാ ആഹാരങ്ങളും തണുത്തതും എല്ലാം കഴിക്കാം, തണുത്ത വെള്ളത്തിൽ കുളിക്കാം, ഒരു കുഴപ്പമില്ല. മറ്റേത് പൊടിയെല്ലാം അടിച്ചാൽ ഭയങ്കര തുമ്മലും ഭയങ്കര ഇതക്കേടുമായിരുന്നു, ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മോക്കിപ്പം പൂർണ്ണ സൗഖ്യം, അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ പൂർണ്ണ സൗഖ്യം കിട്ടി. അങ്ങനെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി. പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു, എനിക്ക് യൂട്രസ് സംബന്ധമായ അസുഖമായിരുന്നു. അന്നേരം ഭയങ്കര വയറ്റുവേദനയൊക്കെ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം പറഞ്ഞു യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു, അല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്ത്, അന്നേരം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പോയി സ്കാൻ ചെയ്ത്, അന്നേരം ആ മുഴ കുറേ ചുരുങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പിന്നെ സെപ്റ്റംബർ 10-ാം തീയതി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അങ്ങനെ അച്ഛനെ കണ്ട് ഞങ്ങൾ കൈവെപ്പ് ശുശ്രൂഷ നടത്തി. അങ്ങനെ പിന്നെ അത് ഗുളിക കഴിച്ച് പിന്നെയും 1-2 ആഴ്ച ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും ഗുളിക കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഡോക്ടറെ വേണ്ട, ഇനി ഗുളിക കഴിക്കുന്നില്ല, ഡോക്ടർ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അന്നേരം ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പം എൻ്റെ ആ യൂട്രസിലെ മുഴ മൊത്തം ചുരുങ്ങിപ്പോയി, ഒന്നുമില്ലെന്ന് പറഞ്ഞ്. എടുത്ത് മാറ്റാനേ ഒക്കത്തോളം എന്ന് പറഞ്ഞതാ. വേറെ ഒന്നും മരുന്ന് ഗുളിക 3 മാസം ഹോർമോണിൻ്റെ ഗുളികയൊന്നും കഴിച്ചിട്ട് കുറവില്ലായിരുന്നു. അന്നേരം എടുത്ത് മാറ്റാനേ ഒക്കത്തോളം എന്ന് പറഞ്ഞതാ. അങ്ങനെ അതോടുകൂടി അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ അസുഖം സൗഖ്യം പ്രാപിച്ച്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മുടി പൊഴിയുമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഡോക്ടർമാരെയൊന്നും കാണിക്കാനൊന്നും പോയൊന്നുമില്ല. ബാക്ക് വശത്ത് മുടി മൊത്തം പൊഴിയുമായിരുന്നു. അങ്ങനെ രാവിലെയും പിന്നെ സന്ധ്യപ്രാർത്ഥന സമയത്തും എല്ലാം ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡിൻ്റെ മുടിയിൽ പുരട്ടിയും ചെയ്തതിൻ്റെ ഫലമായി മുടിയെല്ലാം നല്ലവണ്ണക്ക് വളർന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ബൈബിളൊക്കെ കുറേയൊക്കെ നല്ലവണ്ണക്ക് അറിയാം, വായിക്കാൻ. ഞാൻ മനസ്സ് വിഷമിച്ച് ഓരോ ഇതെടുക്കുമ്പം എൻ്റെ മനസ്സിലുള്ള വചനം തന്നെ എനിക്ക് കിട്ടുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി ഞാൻ പിന്നെ ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പിന്നെ പൊതിച്ചോറ് കൊടുക്കും, പിന്നെ ബസ് സ്റ്റോപ്പിൽ കൊടുക്കും. പിന്നെ പ്രേക്ഷിക പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലും പത്രങ്ങൾ കൊടുക്കും, പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ ബസ് സ്റ്റോപ്പിൽ, പിന്നെ കടകളെല്ലാം തോറും ഞങ്ങൾക്ക് അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഞങ്ങളെല്ലായിടത്തും കൊടുക്കും. പിന്നെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ളവർ ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അന്നേരം ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു, പിന്നെ വിഷമമില്ല. മാതാവിനെ ഈശോയും വിളിച്ച് ഞങ്ങളെല്ലാവർക്കും കൊടുത്ത് പിന്നെ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ പറയും. നിങ്ങൾ പോകണം, നിങ്ങൾക്ക് സുഖം പ്രാപിക്കും. പിന്നെ ഞാൻ ഓരോരുത്തർ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ ഉപ്പും തൈലവും എല്ലാം ഞാൻ വെച്ചിരിക്കും. അങ്ങനെ ചിലവർ ഇങ്ങോട്ട് ചോദിക്കും, തരാൻ പറയും. അങ്ങനെ ഉപ്പും പിന്നെ തേനും ഒക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ 1-2 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ വന്നില്ല, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും ഒരുപാട് സൗഖ്യങ്ങൾ. പിന്നെ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മറ്റേത് എന്നും ഹോസ്പിറ്റലിലായിരുന്നു. എന്നും ഓരോ അസുഖങ്ങൾ മൂലം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒന്നും വയ്യായിരുന്നു. ഇപ്പം അമ്മയുടെ ഉടമ്പടി വസ്തുക്കളും എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊരു ഇതക്കേട് വന്നാലും എന്തൊരു അസ്വസ്ഥക്കേട് വന്നാലും ഉടനെ ഞങ്ങളതെടുത്ത് കഴിക്കുമ്പോൾ എല്ലാ അസുഖം. എനിക്ക് നല്ല ഗ്യാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ഉടനെ ഞാൻ തേനോ ആയാലും ഉപ്പായാലും എടുത്ത് കഴിക്കും. അന്നേരം നല്ല സുഖം പ്രാപിക്കും. പിന്നെ എൻ്റെ മോൻ ഇപ്പം SLC പരീക്ഷയായിരുന്നു. SLC പരീക്ഷയ്ക്ക് അവിടെ ഒന്നും കൊണ്ടു കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ മോന് പിന്നെ കുപ്പിക്കകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് വെള്ളം കൊടുത്തുവിടും. അത് ഞാൻ മോനോട് പറയാം, അത് കുടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ പോക്കറ്റിനകത്ത് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് പേനയ്ക്കകത്തും എല്ലാം വെച്ച് മോൻ നല്ല കണക്ക് പരീക്ഷയൊക്കെ എഴുതി. ഇനി അത് മോൻ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ മോൻ അതിൻ്റെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളും പരീക്ഷയ്ക്ക് പോകുമ്പം അമ്മയുടെ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ചൊല്ലിയ ഞങ്ങൾ എല്ലാ കാര്യത്തിനും എങ്ങോട്ട് പോയാലും, ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയാലും കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്യാൻ പോയാലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എന്നിട്ടാണ് ഞങ്ങളെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ അമ്മയിൽ നിന്ന് ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നിന്ന് ആത്മീയ ജീവിതം. പിന്നെ ഞങ്ങൾ രാവിലെ ഡെയിലി ബെഡ് കേൾക്കും, പിന്നെ സന്ധ്യപ്രാർത്ഥന, പിന്നെ ബൈബിൾ വായിക്കും, പിന്നെ ജപമാലയൊക്കെ ചെല്ലും, അച്ഛൻ്റെ ടോക്ക് കേട്ടും, പിന്നെ ദിവസം 3-4 സാക്ഷ്യങ്ങൾ കേൾക്കും, പിന്നെ അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കും. അങ്ങനെ
ഞങ്ങളുടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അടുത്താൽ ഇനിയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കയറി സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം അമ്മ ഈശോയും തരണേന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് തീർത്ത. എനിക്ക് 10 വയസ്സ് തൊട്ട് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തണുത്തൊന്നും എനിക്ക് കഴിക്കാക്കത്തില്ലായിരുന്നു. അപ്പോഴെനിക്ക് ശ്വാസം മുട്ടൽ വരായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച എനിക്ക് ശ്വാസം മുട്ടില്ല. അങ്ങനെ ഞാൻ SIT കുറേ വട്ടം കടന്നിട്ടുണ്ട്. പിന്നെ ആംബുലൻസ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ട്രിപ്പിട്ടായിരിക്കും പോകുന്നത്. അച്ഛനാണെങ്കിൽ തലയെ കൈവിട്ട് തൈലമൊക്കെ തേച്ച്, പിന്നെ ജോസഫ് അച്ഛൻ തൈലമൊക്കെ തൊട്ട്, അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതുവരെ ഇൻഹീലർ അടിച്ചിട്ടില്ല, ഗുളികയും കഴിച്ചിട്ടില്ല. അമ്മയ്ക്കും തിരുവാനും കോടാനും ഇവിടെ നന്ദി. ഞങ്ങൾക്ക് സന്ധ്യ സമയത്ത് ഞങ്ങൾക്ക് അമ്മയുടെ തിരിക്കകത്തുനിന്ന് പിന്നെ അക്കങ്ങൾ കിട്ടി. പിന്നെ ഒരു പച്ചത്തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു നീല മാതിരിയുള്ള നിഴലായിരുന്നു. അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുന്നിടം വരെ ആ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അതെന്തോ ഒരു നിഴൽ മാറുന്ന കണക്ക് പെട്ടെന്ന് മാറി അതിന് തിരി അങ്ങ് അണയുകയും ചെയ്ത്. പിന്നെ എന്നും ഞങ്ങൾക്ക് മിക്കവാറും ഈ മാർച്ച് തൊട്ട് ഇങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും 1-2 ദിവസങ്ങളേ ഉള്ളൂ കിട്ടാത്ത. എന്നും റോസാപ്പൂ, പിന്നെ റോസാപ്പൂവിൻ്റെ മുട്ട്, പിന്നെ ഹൃദയം എല്ലാം ഇങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും മെനഞ്ഞാന്ന് വരെയും കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ മാസം മൊത്തവും കഴിഞ്ഞ മാർച്ച് മാസം മൊത്തം ഞങ്ങൾക്ക് അമ്മയുടെ തിരിക്കുന്ന എന്നും ഞങ്ങൾ സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ ഓരോ അടയാളങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അക്കങ്ങൾ കിട്ടി, പിന്നെ ഈ ഹൃദയം, റോസാപ്പൂവിൻ്റെ മുട്ട് എല്ലാം. അങ്ങനെ അമ്മയിൽ നിന്ന് കോടാനുകോടി അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചു. അവൻ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. സങ്കീർത്തനം 107:19 കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നമ്മെ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം നമ്മുടെ വേദനകളിൽ, ദുരിതങ്ങളിൽ പലപ്പോഴും സ്വന്തം ശക്തിയാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും കഷ്ടതയുടെ നിമിഷങ്ങളിൽ നമ്മൾക്കൊന്നും ആവില്ല എന്ന് തോന്നുമ്പോൾ, ഇനി മുന്നോട്ടൊരു വഴിയുമില്ല, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ എങ്ങോട്ട് തിരിയണമെന്ന് അറിയില്ലാത്ത ആ നിമിഷങ്ങളിൽ, കഷ്ടതയുടെ നിരാശയുടെ നിമിഷങ്ങളിൽ നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രത്യേകിച്ചും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം അവരെ രക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മുടെ ഓരോ നിലവിളികൾ പ്രാർത്ഥനകളായി മാറുമ്പോഴും നമ്മുടെ കണ്ണുനീരാണ് കൃപയായി മാറുന്നത്. ഇവിടെ വരുന്ന ഓരോ രോഗികളും, കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ബന്ധങ്ങളിൽ തകർച്ചയുള്ളവർ, ഓരോ കണ്ണുനീരുമാണ് കൃപയായി ഈശോയും അമ്മയും മാറ്റുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ നിലവിളികളും തൻ്റെ പുത്രനായ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിൽ നിലവിളിച്ചതുപോലെ തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഓരോ നിലവിളികളാണ്, ഉത്തരങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളായിട്ട് നാം ഇവിടെ കേൾക്കുന്നത്. സിന്ധു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3.5 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു അലർജിയായിരുന്നു ഈ മകൾക്ക്. ശ്വാസം മുട്ടൽ, ഇൻഹേലർ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു. പനി, ശ്വാസം മുട്ടൽ വരുമ്പോൾ ആംബുലൻസിൽ പോലും ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നു. എല്ലാ മാസവും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിരുന്ന ഒരു കുടുംബമായിരുന്നു. ഉടമ്പടി എടുത്ത ഉടനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഈ മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതെന്നാണ് ഈ മകൾ തീർത്ത തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാണ്. ഹോസ്പിറ്റലിൽ എല്ലാ മാസവും കയറിറങ്ങിയ ഒരു കുടുംബമാണ്. ഇൻഹേലർ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണമെന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മകളാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ മകൾ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നെനിക്ക് ഇൻഹേലർ ഇല്ല, മരുന്നില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, ഏത് അസുഖം വന്നാലും എന്ത് അസ്വസ്ഥത തോന്നിയാലും ഉടമ്പടി വസ്തുക്കളാണ്. അതൊരു വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസത്തോടെ ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യമാണ് ഉടമ്പടി വസ്തുക്കളിൽ നിന്ന് ഈ മക്കൾക്ക് ലഭിക്കുന്നത്. എന്ത് അസുഖം വന്നാലും ഒരു മരുന്നേ ഉള്ളൂ, അത് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേനുമാണ് ഈ കുടുംബം ഉപയോഗിക്കുന്നു എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തിയത്. മോന് പരീക്ഷയ്ക്ക് പോയപ്പോഴും
ഈ കുടുംബം ഒന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡും വൈഫും മക്കളുമെല്ലാം അവർ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകൻ പരീക്ഷയ്ക്ക് പോയപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴും മകൻ പറഞ്ഞത്, ഈശോയും അമ്മയും കൂടെയുണ്ട്, ഉപ്പ് കൊണ്ടാണ് പോയത്, അമ്മ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിച്ചു എന്നാണ്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ കഷ്ടകാലത്തിൽ മാത്രമല്ല എല്ലാ കാലത്തിലും നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാ കാലത്തിലും നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യം ലഭിച്ചത്. യൂട്രസിലുണ്ടായിരുന്ന ഒരു മുഴ, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്, സർജറി ഇല്ലാതെ പറ്റില്ല എന്നാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. അതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴിയാണ് ഈ മകൾക്ക് ആ മുഴ ചുങ്ങിപ്പോവുകയും അതിന് വേറൊരു സർജറി ഇല്ലാതെ സുഖപ്പെട്ടു എന്ന്, ആ മുഴ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ മുടി പോയിരുന്നു, അതും ഉടമ്പടി തൈലം ഉപയോഗിച്ച്, അവിടെ ചെറിയ വിശ്വാസത്തോടെ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അതും ആ മകനും ഒരു വിശ്വാസത്തിലേക്ക് വരുവാനുള്ള, ഉടമ്പടി എടുക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ട്, ഒരു അടയാളമായിട്ടാണ് ഈശോയും അമ്മയും കൊടുത്തത്. അങ്ങനെയാണ് ഈ കുടുംബം മുഴുവനും വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. ഉടമ്പടിയിൽ ചേർന്ന് പോകുമ്പോഴത്തേന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ ദിവസവും ഈ മക്കൾക്ക് അനുഭവപ്പെടുന്നത് തിരിയിൽ നിന്നാണ്. ഓരോ ദിവസത്തെ മെഴുകുതിരിയിൽ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സിമ്പലും ഹാർട്ടും ഫ്ലവറും ഒക്കെ ആയിട്ട്, മുല്ലപ്പൂവും റോസപ്പൂവും ഒക്കെ ആയിട്ട് വരുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ് ഈ മക്കൾക്ക് ഇന്ന് ലഭിക്കുന്നത്. എത്രയോ ഫോട്ടോകളാണ് അവരുടെ മൊബൈലുള്ളത്, അതെല്ലാം ഈശോയും അമ്മയും ഇവരുടെ കൂടെയുണ്ടെന്നുള്ള ഒരു സാന്നിധ്യമാണ്. വിശ്വാസപ്രയോഗം, എന്ത് രോഗമായാലും ഉടമ്പടി വസ്തുക്കൾ, ഇതെല്ലാം കൊണ്ടാണ് ഈ മക്കൾ മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടി ചെയ്യുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെയുണ്ടെന്നുള്ളതാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്തു വന്നാലും, കഷ്ടതയിലാണേലും ദുഃഖമാണേലും സന്തോഷമായാലും ഈശോയും അമ്മയും കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലും കഷ്ടതയിൽ നിലവിളിക്കുമ്പോൾ വിശ്വാസത്തോടെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം. അവഗണിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. സിന്ധുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം ആൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി. ഞാൻ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 9 വർഷമായി ഉടമ്പടി എടുത്തിട്ട് 9 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. പരിശുദ്ധ അമ്മ എനിക്ക് മഴ പെയ്യുന്നത് പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ 2ാമത്തെ സാക്ഷ്യത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൽ ആദ്യമായി എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസാണ്. കാറും സ്കൂട്ടിയും പഠിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു, അമ്മ മാതാവേ, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുവാനായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നൽകി, നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ ഒരു നല്ല ഡ്രൈവിംഗ് സ്കൂൾ നൽകി അനുഗ്രഹിച്ചു. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചിട്ടൊന്നും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല, ഞാൻ ഡ്രൈവിംഗ് പഠിത്തം നിർത്തുവാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഭർത്താവ് പഠിപ്പിച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചില്ല. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ 4 ജപമാല വെച്ച് ചൊല്ലി വചനം എഴുതി പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല. എന്ത് ചെയ്താൽ അവസാനം ഞാനിവിടെ വന്ന് അമ്മയോട് കരഞ്ഞു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊന്നും സാധിക്കത്തില്ല, അമ്മ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ ജപമാല നിരന്തരമായി ചൊല്ലി കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെറുതെ വീട്ടിൽ ഉള്ള വണ്ടിയൊക്കെ എടുത്ത് ഞാൻ പോകും. വെറുതെ വീടിൻ്റെ സൈഡിലുള്ള റോട്ടിൽ കൂടെ വെറുതെ ഇറങ്ങി വണ്ടി ഓടിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നന്നായി അമ്മ തന്നെ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നു. 8 എടുക്കാൻ നേരം ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ പോക്കറ്റിലിട്ടു. ഇവിടെ സാക്ഷ്യം പറയുന്ന ജെനി എന്ന് പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഉടമ്പടി കാശ് രൂപം പോക്കറ്റിലിട്ട് 8 കാലുകുത്താതെ ഈസി ആയിട്ട് വരയ്ക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് 8 വരച്ചു. കാലുകുത്താതെ തന്നെ 8 വരച്ചു. അങ്ങനെ ഞാൻ
റോഡ് ടെസ്റ്റും 8ഉം പാസ്സായി. അതിനു മുമ്പ് തന്നെ ഞാൻ ഗ്രൗണ്ടിൽ നമ്മുടെ ഇവിടുത്തെ വെഞ്ചരിച്ച തേനും ഉപ്പും മണ്ണും എല്ലാം ഞാൻ പുരട്ടി വണ്ടിയിലും എൻ്റെ നെറ്റിയിലും എല്ലാം പുരട്ടി പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ ടെസ്റ്റിന് പോയത്. പിന്നെ ഞാൻ എൻ്റെ ടെസ്റ്റ് പേപ്പറിൽ ഉടമ്പടി തൈലം പുരട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് കാറിൻ്റെയും 2 വീലറിൻ്റെയും ലൈസൻസ് എനിക്ക് കിട്ടി. 2024 ഡിസംബർ 7-ാം തീയതി അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തരണം അമ്മയെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു സ്കൂട്ടി കാണിച്ചു തന്നു. ഈ സ്കൂട്ടി നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു വെറുതെ എന്നെ കാണിക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നല്ലതാണെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂട്ടിയാണ് അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ആ സ്കൂട്ടിയിലാണ് ഞാൻ ടെസ്റ്റ് പാസ്സായതും. പിന്നെ 2025 അമ്മ മാതാവേ എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞ് ഡിസംബർ 7-ാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ എനിക്ക് 2025 ഡിസംബർ 7-ന് സ്വന്തമായി എൻ്റെ പേരിലൊരു കാറും നൽകി അനുഗ്രഹിച്ചു. എൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ വലിയ കൃപയിലാണ് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് സാധിച്ചത്. ഈ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 8 വർഷമായി നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. 10-11 കെട്ട് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഞാൻ എല്ലായിടത്തും കൊടുക്കും. മലയാറ്റൂർ മല കയറുവാൻ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം നടുവേദനയായിട്ടാണ് 11 കെട്ട് പത്രമായിട്ട് മല കയറാനായിട്ട് പോയത്. 1-ാം സ്ഥലം എത്തിയപ്പോഴത്തേനും എൻ്റെ 11 കെട്ട് പത്രവും തീർന്നു. പിന്നീട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നവരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള നടുവേദനയും ഉണ്ടായില്ല. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും പുരട്ടും. ഉപ്പ് വെള്ളത്തിൽ പ്രാർത്ഥിച്ച് കഴിക്കും. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ട് കുളിക്കും. അങ്ങനെ എനിക്ക് നടുവേദന പൂർണ്ണമായും അമ്മ മാറ്റി തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു പണയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 6 ലക്ഷം രൂപ പണയത്തിനായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഓണർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാങ്ക് ലോണും കടബാധ്യതയെല്ലാം കയറി അവർക്ക് ആ വീട് വീണ്ടും ഒരു 2 ലക്ഷം രൂപയ്ക്ക് കൂടെ കൂട്ടി വെക്കണമായിരുന്നു. ഞാൻ ഓരോ മാസം ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് കതക് തുറക്കുന്നതിന് പകരം ഓണർ ആരെയെല്ലാം കൊണ്ടുവന്ന് മുറ്റത്ത് നിപ്പ് കാണും ആ വീട് കാണിക്കുവാനായിട്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മ ഇത് നമ്മുടെ വീടല്ലേ, ഇതാർക്കും കൊടുക്കല്ലേ. അങ്ങനെ അമ്മ ഒരു വ്യക്തിയിലൂടെ 1 ലക്ഷം രൂപയും കൂടെ എന്നെ തന്ന് സഹായിച്ചു. ഞാൻ അതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ട് പോകുമ്പോൾ ഈ സാക്ഷ്യപീഠത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ വീടിൻ്റെ താക്കോല് കൊണ്ട് വെക്കുമായിരുന്നു ഈ പരിശുദ്ധമായ ആൾത്താരിയിലും. എന്നിട്ട് അമ്മയോട് ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ നമ്മുടെ വീടായത്, എനിക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ ഇത് തരണേ. അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ ഞങ്ങൾക്ക് തന്നെ ആ വീട് തന്നു. ഇപ്പോഴും ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ വീട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് കിട്ടിയത് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള വലിയൊരു ഭാഗ്യമാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞാൻ പങ്കെടുത്തില്ല. ഞാൻ അച്ഛൻ പറഞ്ഞായിരുന്നു, വയ്യാത്തവർ ആർത്തങ്ക കുരിശടിയിൽ നിന്നും പള്ളിക്ക് വരെ നടന്നാൽ മതിയെന്ന്. ഞാനിവിടെ വരെ നടുവേദനയായിട്ട് വന്നു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആർത്തങ്ക കുരിശടിയിൽ നിന്നും, മാതാവേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ നടുവേദന ആയുണ്ടെന്നോർത്ത് ആർത്തങ്ക കുരിശടിയിൽ നിന്ന് ഞാൻ ആർത്തങ്ക പള്ളി വരെ നടന്ന് അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി കുർബാന കണ്ട് പ്രാർത്ഥിച്ചു. വളരെ മനോഹരമായി അന്ന് പ്രാർത്ഥിക്കാൻ പറ്റി, കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിച്ചുപോയി. ഇനി അടുത്ത വർഷം മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു നിയോഗം എഴുതിയിട്ടു, അമ്മ അടുത്ത വർഷം എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ റാലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കണമെന്ന്. അതിൻ്റെ ഫലമായി എനിക്ക് കഴിഞ്ഞ ഈ അഖണ്ഡ ജപമാല റാലിയിൽ മനോഹരമായി എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. ജപമാല റാലി തുടങ്ങിയപ്പോൾ എനിക്കൊരു എന്തോ ഒരു ടെൻഷൻ, നാളിലെത്തുമോ, ഒരുപാട് ദൂരമുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരുപാട് ദൂരമാണല്ലോ എന്നോർത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ. അന്നേരം തന്നെ ഞാൻ 91 സങ്കീർത്തനം ചൊല്ലി മുട്ടിപ്പായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ
അമ്മ മതവേലിസ പുണ്യവതിയുടെ അടുത്ത് പോയതുപോലെ ആ മലമ്പ്രദേശത്തോടു കൂടി എങ്ങനെയോ അമ്മ സ്പീഡിൽ നടന്നു പോയോ അതേ സ്പീഡ് എനിക്ക് തരണേന്ന് എൻ്റെ കൂടെ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം അത്ഭുതപ്പെട്ടു. ഒരുപാട് ദൂരമൊന്നും നടക്കാത്ത ഇവളെങ്ങനെയാണ് ഇതുപോലെ നടക്കുന്നതെന്നോർത്ത് ഞാൻ ചെന്ന് നിന്നത് അർത്തുങ്കലാണ്. ജപമാല നല്ല ഭംഗിയായിട്ട് ചൊല്ലി. പിന്നെയും ദൂരം ഉണ്ടായിരുന്നേ നടക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. അകണ്ട ജപമാല റാലി കഴിഞ്ഞു വരുന്ന വഴി ഞങ്ങളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ലെഫ്റ്റിൽ കൂടെ കയറി വന്ന ഒരു ഇന്നോവ ഞങ്ങളുടെ കാറിൻ്റെ ഡോറിൽ ഇടിക്കുകയും ഡോറ് ശകലം ഒരയുകയും ചെയ്തു. അവർ ഒരു 8,000 രൂപ തന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളല്ലേ ലെഫ്റ്റിൽ കൂടെ കയറി വന്നേ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും. അപ്പോൾ ഇവർ കൂടുതലായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഞങ്ങൾ ഉടമ്പടി അഖണ്ഡ ജപമാല റാലിക്ക് പോയിട്ട് വരുമല്ലേ, അമ്മയ്ക്ക് അറിയത്തില്ലേ അമ്മേ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന കാശ് ഊരി അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചു. അമ്മേ സഹായിക്കണേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ, യാതൊരു കുഴപ്പമില്ലാതെ ഒരു പൈസയും കൂടാതെ പോലീസ് സ്റ്റേഷനോ കോടതിയോ ഒന്നും കയറാതെ അമ്മ മാതാവേ ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരു പൈസയും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷ്യം പറയാത്തത് മൂലം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. സാക്ഷ്യം പറയാഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും ഞാനിവിടെ വരും, സാക്ഷ്യം സിസ്റ്ററിനെ കാണിക്കും, പറഞ്ഞത് ശരിയായില്ല, തെറ്റിപ്പോയി എന്ന് പറയും, ഒപ്പിട്ട് മേടിക്കും, തിരിച്ചു പോകും. അങ്ങനെ ആദ്യമത്തെ പ്രാവശ്യം ഞാൻ തിരിച്ചു പോയി, 2 പ്രാവശ്യം ഞാൻ തിരിച്ചു പോയി. 2 പ്രാവശ്യം എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഇയാൾ തരക്കേറി ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ തെറ്റിപ്പോവുമോ ശരിയാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എഴുതുന്നുണ്ട്. ബൈബിൾ എഴുതി ഇപ്പോൾ ഞാൻ എസക്കിയേലിൻ്റെ പുസ്തകത്തിലെത്തി. ഞാൻ ജെറമിയായുടെ ആ വചനം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കൈവേദന, ഇവിടെ കൈക്ക് വേദന വന്നു. ഈശോയുടെ കയ്യിൽ ആണിയടിച്ച് എങ്ങനെ കയറ്റുമോ അതുപോലെ ശക്തമായ വേദന 2 രാത്രികളിലും പകലും. അതിനുശേഷം പിന്നീട് എനിക്ക് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ വേദന. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകണേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണേ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. രാത്രിയും പകലും എല്ലാം എനിക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. ഒരു പേപ്പർ പോലും എനിക്കെടുക്കാൻ പറ്റുമല്ലായിരുന്നു. ഒരു ജപമാല എടുത്ത് ജപമാല ചൊല്ലാൻ പോലും പറ്റുമല്ലാത്ത അവസ്ഥ. കൈകൂപ്പി നിന്ന് വിശുദ്ധ കുർബാന പോലും സ്വീകരിക്കാൻ പറ്റുമല്ലാത്ത അവസ്ഥ. എന്നിട്ട് ഞാൻ കുർബാന മുടക്കിയില്ല. കുർബാനയാണ് ഏറ്റവും വലിയ മരുന്ന്. ഈശോയുടെ തിരുരക്തം എൻ്റെ കൈകളിൽ പുരട്ടുമ്പോൾ എൻ്റെ കൈവേദന മാറുമെന്ന് വിശ്വസിച്ച് ഞാൻ ഇടത് കൈ കൊണ്ട് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരുങ്ങി ഞാൻ കുർബാനയ്ക്ക് പോയി. ഒരു കുർബാന പോലും ഞാൻ മുടക്കിയില്ല. അങ്ങനെ എൻ്റെ കൈവേദന ഒരാഴ്ചയോളം വെഞ്ചരിച്ച് ഉപ്പ് പുരട്ടി അമ്മ മാതാവിനോട് വിശ്വാസ പ്രമാണം എഴുതിയും ചൊല്ലിയും എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൈവേദന പൂർണ്ണമായും അമ്മ മാതാവ് ഉണ്ണീശോട് പറഞ്ഞ് മാറ്റിത്തന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് സാക്ഷ്യം പറയാതെ വീണ്ടും ഞാനിവിടെ വന്ന് തിരിച്ചു പോയി. കൈവേദന മാറിയിട്ടും പിന്നെ എനിക്ക് വലത് കാലിന് ശക്തമായ വേദനയുണ്ടായി. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഗുളികയൊക്കെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം അല്ലാതെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ജീവിക്കുന്നത് 9 വർഷമായിട്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം കഴിച്ചു. തൈലം നന്നായിട്ട് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ജപമാല മുട്ടുമേ നിന്ന് ചൊല്ലി വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് പിന്നെ കാലുവേദന ഉണ്ടായില്ല. അന്നേരം ഞാൻ സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഞാൻ വന്നത്. സാക്ഷ്യം പറയാനായിട്ട് വീണ്ടും പേടി പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിച്ചുപോയി. അങ്ങനെ 3 തവണ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്ന് തിരിച്ചുപോയി. അതിൻ്റെ ഫലമായി ഞാൻ വെറുതെ ജോലി എടുത്തുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ തൂത്തതാ എൻ്റെ ഇടത് കണ്ണിൽ. എൻ്റെ ഡ്രസ്സിൻ്റെ തന്നെ എന്തോ ഡ്രസ്സ് തന്നെ കൊണ്ട് ഒരു കാരണവശാലും മുറിയാൻ സാധ്യതയില്ലാത്തതാണ്. എന്നിട്ടും എൻ്റെ കണ്ണ് ശകലം മുറിഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കണ്ണ് നീർന്ന് കണ്ട് കണ്ണാടി നോക്കി, ഞാൻ ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ കാണിച്ചു. മോനെ ഇത് കണ്ട കണ്ണ് ഇങ്ങനെ എന്തോ നീറ്റലുണ്ടല്ലോ, ഇതെന്നാ പറ്റുമെന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അയ്യോ മമ്മി ഇത് ഭയങ്കര സീനാണ് കേട്ടോ,
ഭയങ്കര സീരിയസ് ആവും. മമ്മി ഇത് ആശുപത്രി കൊണ്ട് കാണിച്ചു, ഇത് കണ്ണിന് ഭയങ്കരമായിട്ട് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ എൻ്റെ ചേട്ടായിനെ കാണിച്ചു. ചേട്ടായി പറഞ്ഞു കണ്ണിൽ ബ്ലഡ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകും. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് പേടിയായി. ഞാനുടനെ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എല്ലാ മാസവും ഉടമ്പടി എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഇന്നീ നേരം വരെ ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ അമ്മയുടെ അടുത്ത് വരുന്നതാണ്. ഞാൻ എനിക്ക് കിട്ടുന്ന കൂടുതൽ സമയം ജപമാല ചൊല്ലി വചനം എഴുതി കർത്താവിൻ്റെ മുന്നിലിരിക്കുന്നവളാണ്. കൂടുതൽ സമയം ഞാൻ കർത്താവിന് കൊടുക്കുന്നവളാണ്. അമ്മ മാതാവേ, എൻ്റെ കണ്ണിലെ മുറിവുണക്കി തരണേന്ന്. ഞാൻ പിന്നെ വീട്ടിൽ ആരെയും കാണിച്ചിട്ടില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോയെ കാണിച്ച് പ്രാർത്ഥിക്കും. അമ്മ മാതാവിനെ എൻ്റെ മുറിവ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ മാസം 7-ാം തീയതി ഞാൻ കാണിച്ചു. 7-ാം തീയതി മുതൽ എനിക്ക് ഇന്നീ നേരം വരെ ഉടമ്പടി തൈലമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി തൈലം പരട്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പരട്ടി കുർബാനയിലും പങ്കെടുത്തിട്ടാണ് വന്നത്. ജപമാല 4 എണ്ണവും ചൊല്ലിയിട്ടുമാണ് വന്നത്. ഇതുവരെ എനിക്ക് കണ്ണിന് യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവിൻ്റെ മുറിവ് ഉണക്കി തന്നു. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, എന്ത് സാക്ഷ്യം കിട്ടിയാലും സാക്ഷ്യം പറയാതിരിക്കരുത്. സാക്ഷ്യം പറയണം. എന്നെപ്പോലെ പേടിയായിട്ടാരും സാക്ഷ്യം പറയാതിരിക്കരുതെന്നാണ്. പിന്നെ എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ജോസഫച്ചനെ തന്നതിന്, മരിയൻ ഉടമ്പടി തന്നതിന്, കൃപാസനം ശുശ്രൂഷകരെ തന്നതിന്, അതുപോലെ തന്നെ ഇവിടുത്തെ കൃപാസനം ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലക്സച്ചനൊക്കെ പറയുന്ന, ഈ സിസ്റ്റേഴ്സ് എല്ലാം പറയുന്ന ഓരോ വേർഡ്സും നമുക്ക് ഒരുപാട് അനുഗ്രഹമാണ്. ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പനും അമ്മയും സഹോദരങ്ങളും സമൂഹവും ഒന്നും പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ ജോസഫച്ചനിലൂടെ ദൈവപിതാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഉടമ്പടി തന്നതിന് 1000 നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ ഈ മരിയൻ ഉടമ്പടിയിൽ ജീവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ എന്നെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഈ പരിശുദ്ധമായ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി. ആവേ മരിയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, ജാൻസി മാത്യുവിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, അനേകം കാര്യങ്ങൾ ആ മകൾക്ക് കൊടുത്തു. എങ്ങനെയാ? ഉടമ്പടി ജീവിതത്തിലൂടെ. ആ മോള് പറയുന്നത്, ഈ ഉടമ്പടി ജീവിതം വളരെ അനുഗ്രഹമാണ്. എനിക്കിങ്ങനെ ഒരു ഉടമ്പടി കിട്ടിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ യൂട്യൂബിൽ ആരാധനയിൽ പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ കിട്ടിയ സാക്ഷ്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങൾ കളയരുത്. ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നിങ്ങളെ മഹത്വപ്പെടുത്തും. അതാണ് നിത്യജീവനിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് ജാൻസി പറയുന്നത്. ജാൻസിക്ക് അനേകം കാര്യങ്ങളാണ് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കിട്ടിയത്. എങ്ങനെ? ആ മോള് ചെയ്തത് ഈ 10 കാര്യവും നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. 10 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അത് 10ലും വീഴ്ച വരുത്താതെ ആ മോളിത് കൃത്യമായി ചെയ്തപ്പോൾ ഉടമ്പടിയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള പങ്കാളിത്തം, ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തം, യൂട്യൂബിലുള്ള ആരാധനയിലുള്ള പങ്കാളിത്തം, ജപമാലയിലുള്ള പങ്കാളിത്തം, അവൾ കാരുണ്യപ്രവൃത്തിയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലുമുള്ള പങ്കാളിത്തം. എല്ലാവരും ഈസ്റ്റർ കാലം, നോൻപ് കാലത്ത് കുരിശും വഹിച്ചുകൊണ്ട് മലയിൽ കയറാൻ പോകും, കുരിശുമലയിൽ. എന്നാൽ ഈ ജാൻസി ചെയ്തത് 10-11 കെട്ട് പത്രവുമായിട്ടാണ് മല കയറാൻ പോകുന്നത്. അവളുടെ നടുവേദന എവിടെ പോയെന്നറിയില്ല, ഹോസ്പിറ്റലിൽ പോയില്ല. ആ പ്രേക്ഷിത പ്രവർത്തനം 1-ാം സ്ഥലത്ത് തീരുന്നതിന് മുൻപ് തന്നെ 11 കെട്ട് പത്രവും ജനങ്ങളുടെ കയ്യിലെത്തിക്കുവാൻ ജാൻസിക്ക് സാധിച്ചു. അമ്മയെയും വിളിച്ചുകൊണ്ടാണ് പോയത്. കാരണം എന്താ? അമ്മയെ, എലീശു അമ്മയെ സന്ദർശിക്കുവാൻ മല ചവിട്ടി പോയതുപോലെ ഞാനും പോകുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനെന്ന്.
ഇങ്ങനെ ജാൻസി വഴി പരിശുദ്ധ അമ്മ കൊടുത്ത വലിയ അനുഗ്രഹങ്ങളാണ്. അമ്മ വഴി ഈ ഉടമ്പടി ജീവിതം അവളുടെ ജീവിതത്തിൽ ഇനി മരണം വരെ എന്നാണ് പറയുന്നത്. അതാണ് ഉടമ്പടി ജീവിതത്തിൽ കറ കൂടാതെ കൃത്യമായി ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ജാൻസിയെ പോലെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളായി മാറാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. ഈശോ അപ്പൻ നിങ്ങൾക്ക് സഹായമായി ഓടിയെത്തി പരിശുദ്ധ അമ്മ വഴി തന്നുകൊണ്ടിരിക്കും. മോൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് യേശുവിനും അമ്മ മാതാവിനും ആദ്യമായി തന്നെ എന്നെ ആൾത്താരെ നിർത്തിയ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 8, 2024 ഞാനൊരു നഴ്സാണ്. ഞാൻ തിരുവനന്തപുരത്താണ് നഴ്സിംഗ് പഠിച്ചത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ കൃപാസനത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞാണ് ഞാൻ മാതാവിനെ പറ്റി അറിഞ്ഞത്. പക്ഷേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പഠിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി എന്ത് ചെയ്യണം. അപ്പോൾ എല്ലാവരും OET പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ OET പഠിക്കണോ, എവിടെയെങ്കിലും ജോലിക്കായിട്ട് കയറണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷൻ എന്ന സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. അവസാനം ഞാൻ OETക്ക് തന്നെ പോയി. OET പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവരും ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു OETക്ക് വേണ്ടി. ഞാനും അപ്പോൾ OET എക്സാമിന് വേണ്ടി മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിക്ക് കുഞ്ഞില്ലായിരുന്നു വർഷങ്ങളായിട്ട്. ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മാതാവ് തന്ന കുഞ്ഞാണെന്ന് എപ്പോഴും ചേച്ചി സാക്ഷി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു. അത് കേട്ടിട്ടാണ് എനിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം അങ്ങനെയൊക്കെ തോന്നി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ പണ്ട് തൊട്ടേ ഞാൻ ഭയങ്കരമായിട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഈശോയോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. മാതാവിനോട് എനിക്ക് അത്ര അടുപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവുമായിട്ട് കൂടുതൽ അടുത്തു. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. എപ്പോഴും കാശുരൂപമായിട്ട് കൊന്തയും പിടിച്ച് നടക്കുമായിരുന്നു. എപ്പോഴും ഞാൻ കൊന്തയായിട്ട് എവിടെ വേണമെങ്കിലും പോവായിരുന്നു. എവിടെ പോയാലും കൊന്തയുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഞാൻ OETക്ക് ഡേറ്റ് എടുത്ത് OET എക്സാം എഴുതി പോയ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് കയറിയത്. എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേന്ന്. അപ്പോൾ ഞാൻ എക്സാം എഴുതാനിരുന്ന എക്സാം സെൻറ്ററിൽ ചുറ്റും നീല കളർ കർട്ടനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും കുറച്ച് സ്പെസിഫിക്കായിട്ട് എനിക്ക് എന്തെങ്കിലും മാതാവ് ഒരു അടയാളം കാണിച്ചു തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ എക്സാം ഷീറ്റ് കണ്ടു തുറന്നപ്പം എനിക്ക് ആദ്യം കിട്ടിയ ലിസണിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സാന്ദ്ര എന്നായിരുന്നു. എൻ്റെ അതേ പേരായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവിനെ അനുഗ്രഹിക്കും. എനിക്ക് റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ്ങും എളുപ്പമായിരുന്നു. അപ്പോൾ അതേ കോൺഫിഡൻസോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് സ്പീക്കിങ്ങിന് ചെന്നു. പക്ഷേ സ്പീക്കിങ്ങിൻ്റെ എൻ്റെ ആദ്യത്തെ റോൾ പ്ലേ ഞാൻ ഒട്ടും നന്നായിട്ട് ചെയ്തില്ല. എൻ്റെ എക്സാമിനറിനെ ഓപ്പോസിറ്റ് നിന്നിങ്ങനെ പത്തറ്റിക്കായിട്ട് നോക്കി, കുട്ടി എന്താ ഒന്നും പറയാത്തേന്ന്. അത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻസും അവിടെ തകർന്നു. അപ്പോൾ ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ എല്ലാം തെറ്റായിട്ടാണ് ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സെക്കൻഡ് റോൾ പ്ലേ വന്നപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് അത് നന്നായിട്ട് പെർഫോം ചെയ്തു. എക്സാം എഴുതി കഴിഞ്ഞിറങ്ങി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം എനിക്ക് ഉറപ്പാണ് അത് കിട്ടില്ല. ഞാൻ സ്പീക്കിംഗ് ഭയങ്കര ബോറായിട്ടാണ് ചെയ്തത്. ഞാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ പോകണമെങ്കിൽ സ്പീക്കിങ്ങിനും എല്ലാത്തിനും നല്ല സ്കോർ വേണം. അങ്ങനെ ഇറങ്ങി പ്രാർത്ഥിച്ചു. 2 ആഴ്ച ശേഷം റിസൾട്ട് വന്നപ്പം എനിക്ക് എല്ലാത്തിലും ബിയോടുകൂടി ഞാൻ പാസ്സായി. അതിൽ സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് 400 സ്കോർ. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സ്കോർ കിട്ടിയത് എനിക്ക് തന്നെയായിരുന്നു. അത്രയ്ക്ക് നല്ല സ്കോർ നൽകിയാണ് മാതാവിനെ പാസ്സാക്കിയത്. അതിനുശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിന് ശേഷം എവിടെയെങ്കിലും കയറണം ട്രെയിനി ആയിട്ട്, എന്നാലേ എനിക്ക് പുറത്തു പോകാൻ ആ സമയത്ത് എക്സ്പീരിയൻസ് ഒക്കെ ആവത്തുള്ളൂ. ആ സമയത്തേക്ക് കോട്ടയത്തായാലും എല്ലായിടത്തെയും ഫുള്ള് സെൻറ്റേഴ്സ് ഹോസ്പിറ്റൽസും ഫ്രഷേഴ്സിന് ആരും എടുക്കത്തില്ല, എല്ലാം ഫില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലി തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ട്രിവാൻഡ്രം ശ്രീചിത്ര സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് കോൺട്രാക്ട് ബേസിസ് ജോലി കിട്ടി. അവിടെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്കവിടെ ജോലി കിട്ടി. ഞാൻ അവിടുത്തെ കൺസനേറ്റിൽ ഹാർട്ട് സർജറി ICUവിൽ ജോയിൻ ചെയ്തു.
ജോയിൻ ചെയ്ത് അവിടെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞു, എടി ഇനി പുറത്ത് പോകുന്ന കാര്യമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, OET IELTS എല്ലാ കൺട്രീസും ക്ലോസ് ആവുകയാണ്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, എന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നോക്കിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പോയിടി, അതിനൊക്കെ നല്ല തല വേണം, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ ഇവർ പറഞ്ഞതിൻ്റെ പേര് ഞാൻ എങ്കിൽ പിന്നെ പെട്ടെന്നൊരു എക്സാം എയിംസ് വിളിച്ചു, കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം. അത് എക്സാം എഴുതാം എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞു. അവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ പോയി. ലാസ്റ്റ് മിനിറ്റ് ക്ലോസിങ് ഡേറ്റിൻ്റെ ആ ഒരു 4:30 ആ ഒരു ടൈമൊക്കെ ആയപ്പം, 5 മണിക്ക് ക്ലോസ് ആണ്, 4:30 ആയപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി, എല്ലാവരും പോവില്ലെങ്കിൽ പിന്നെ ഞാനും അപ്ലൈ ചെയ്തേക്കാം. അങ്ങനെ ഞാനൊരു 4:30 ആയപ്പോൾ ഓടി ഒരു അക്ഷയ സെൻറ്ററിൽ പോയി പെട്ടെന്ന് പോയി പൈസയൊക്കെ അമ്മയുടെ നിന്ന് മേടിച്ചു, അപ്ലൈ ചെയ്തു. എക്സാം കോഴിക്കോടാണ് സെൻറ്റർ കിട്ടിയത്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഓവർനൈറ്റ് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് കോഴിക്കോട് എത്തി. രാവിലെ അവിടെ എക്സാം എഴുതാൻ ചെന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പ്രൂഫ് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആധാർ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞാണ് ചെന്നത്. അവിടെ എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആധാർ ഇല്ലാണ്ട് എക്സാം ഇരിക്കില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ പറ്റില്ല, ഞാൻ ഇത്രയും ലോങ് ട്രിവാൻഡ്രം ടു കോഴിക്കോട് ട്രാവൽ ചെയ്ത് വന്നതാണ്, എനിക്ക് എക്സാം എഴുതണം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പോൾ എക്സാം എഴുതാൻ കയറി. അപ്പം ഞാൻ മാത്രം എക്സാം എഴുതാൻ പറ്റില്ലാണ്ട് ഒറ്റയ്ക്ക് ബാക്കിൽ നിൽക്കുക. പെട്ടെന്ന് ആരോ ഒരാൾ, എനിക്കറിയില്ല ആരാണെന്ന്, അവിടുത്തെ എക്സാം സെൻറ്ററിലുള്ളൊരു ചേട്ടനാണ്, ഓടി എൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചാൽ എന്ത് പറ്റി, എന്താ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല, അപ്പോൾ ഇവരെനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നാണ് പറയണേ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാം. ചേട്ടൻ തന്നെ എൻ്റെ ഫോണെടുത്ത് എന്തൊക്കെയോ OTP ഒക്കെ അടിച്ച് എങ്ങനെയോ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി ഈ ആധാറാന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ തന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഇതുമായിട്ട് കയറിയൊക്കെ കുഴപ്പമില്ല, ആരെങ്കിലും ചോദിച്ചാൽ ഈ ആധാറാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാനതുമായിട്ട് കയറി എക്സാമിന് എഴുതാൻ വേണ്ടി പോയി ഇരുന്നു. അപ്പോൾ ഹയർ ഒഫീഷ്യൽസ് എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്, അവർ ഫുൾ ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ എൻ്റെ അടുത്തൂടെ നടക്കും. അപ്പോൾ ഇവർ നടക്കുമ്പോൾ എല്ലാവരുടെയും ടേബിളിൽ ആധാർ കാർഡ് ഉണ്ട്, അപ്പോൾ എൻ്റെ അടുത്ത് മാത്രം ഒരു കോപ്പി ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഇവരെ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ തൻ്റെ ആധാർ എവിടെയാ, താൻ എന്താ ആധാർ ഇല്ലാണ്ട് വന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അത് ഈ ആധാറാണ്, ഈ ആധാറും ഒഫീഷ്യലി ആധാറായിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്, ഇത് ഇവിടെ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞപ്പോഴും ആ ചേട്ടൻ അപ്പോഴും എവിടുന്നോ വന്ന് പറഞ്ഞു, സാറത് ഞാനെടുത്ത് കൊടുത്തതാണ്, ഇത് വെരിഫൈഡ് ഈ ആധാറാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ ടെൻഷൻ ആവേണ്ട, എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക എക്സാമിൻ്റെ ഇടയ്ക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവി ഇത് എന്തൊരു കഷ്ടമാണ്, ഈ എക്സാം എനിക്ക് എഴുതാൻ പറ്റൂ, ഇനി പകുതി തന്നെ ഇറക്കി വിടുമോ, ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നതല്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ എക്സാം എഴുതുവാണ്, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ തരില്ല, ഒന്നും പറ്റുന്നില്ല ചെയ്യാൻ. അപ്പം അപ്പോഴും ആ പുള്ളി വന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുക, ടെൻഷനൊന്നും ആവണ്ട, ഇയാൾ എക്സാം എഴുതിക്കോ. അപ്പം ഞാൻ മാതാവിൻ്റെ മുറുകെ പിടിച്ച് മാതാവിൻ്റെ തൈലം പൂശിയിട്ടാണ് എക്സാമിന് വന്നത്. കാശ് രൂപ എനിക്ക് കയറ്റാൻ പറ്റിയില്ല, പക്ഷെ തൈലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച എക്സാം ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എക്സാം തീർന്നെങ്കിൽ ഇയാൾ എന്നെ വന്ന് കാണണം. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ആ സാറിനെ കാണാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഇയാൾ പൊക്കോ, ഈ ആധാറല്ലായിരുന്നു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പം ആ ചേട്ടൻ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തനിക്ക് തന്നത് ഈ ആധാറൊന്നുമല്ല, തൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയാണ്, തനിക്കില്ല എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു, അപ്പോൾ അത് ഈ ആധാറാണ്, വെരിഫൈഡ് ആണെന്ന് പറഞ്ഞ് തന്നെ കൂടി ഞാൻ എഴുതിച്ചതാണ്, ഇനി ഇങ്ങനെ എടുക്കാണ്ട് വരില്ല എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ പറഞ്ഞു വിടും. അപ്പോൾ ഞാൻ ആലോചിക്കും, ആരാണത്? മാതാവ് എനിക്ക് സഹായിക്കാൻ വേണ്ടി എക്സാം എഴുതണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാണ്, മാതാവ് എന്നെ ഇവിടുന്ന് വന്ന സ്ഥിതിക്ക് എഴുതിക്കാതെ എന്നെ ഇറക്കി വിടല്ലേ. അപ്പം മാതാവായിട്ട് എനിക്കൊരാളെ എക്സാം എഴുതാൻ വേണ്ടി ഹെൽപ്പിന് അയച്ചാന്ന് ഞാൻ വിചാരിച്ച് മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. എക്സാം എഴുതി കഴിഞ്ഞ് ബസ്സിൽ കയറിയിട്ട് അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ ഭയങ്കര പാടായിരുന്നു, എക്സാം എഴുതാൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിരുന്നു, ആധാർ ഇല്ലാത്തതിൻ്റെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി, പിന്നെ എങ്ങനെയോ എഴുതി, പ്രതീക്ഷിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം എത്തി. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഓവർനൈറ്റ് ഒരു ദിവസം 12 മണിക്കായപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് വർത്താനം പറഞ്ഞു വന്നപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, റിസൾട്ട് വന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞു, നമ്മളാരും പഠിക്കാണ്ട് പോയതല്ലേ, നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. എനിക്ക് നോക്കിയപ്പോൾ അവരുടെയൊക്കെ ഓപ്പണായിട്ട് റാങ്ക് ലിസ്റ്റോ അങ്ങനെ ഒന്നും, അവരുടെ പേര് പോലും ലിസ്റ്റിലില്ല. പക്ഷേ എൻ്റെ ഓപ്പണായപ്പം എനിക്കതിലൊരു 282 എന്ന് പറഞ്ഞൊരു നമ്പർ കാണിച്ചു. അതിൻ്റെ മുകളിൽ റാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നോക്കിയേടി സാന്ദ്രയ്ക്ക് റാങ്ക് ഉണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അപ്പം ടെൻഷൻ അടിച്ച് അത്രയും വിഷമിച്ച് മാതാവിനെ വിളിച്ച് എഴുതിയ ഒരു എക്സാമാണത്. അതിൽ എനിക്ക് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഒന്ന് പോയി ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് അതിൽ ഓൾ ഇന്ത്യ റാങ്ക് 282 എന്ന് പറഞ്ഞ് എൻ്റെ പേര് കാണിച്ചത്. ഞാനത് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ 6 ലക്ഷം പേര് എഴുതിയ എക്സാമാണ്. അതിൽ 6000 പേർക്കാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് 11 പേർക്കാണ് ആകെപ്പാടെ റാങ്ക് ഉള്ളത്. അതിലൊരാൾ ഞാനാണ്. ആ 11 പേരിൽ 5ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം അത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന്. അതിനുശേഷം ഒരു
അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. എന്നെ ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചു തൃശ്ശൂർ. അപ്പോൾ അവിടെയുള്ള കേരളത്തിലുള്ള 11 പിള്ളേരെ ഞാൻ കണ്ടു. അവരിൽ 10 പേരും എയിംസ് പഠിച്ചവരാണ്. എയിംസ് ന്യൂഡൽഹി, ഓരോരോ എയിംസിൽ അത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഈ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ച് എക്സാം എഴുതിയത്. ഞാൻ എൻ്റെ എന്തോ ഭാഗ്യത്തിന് കൂട്ടുകാർ പറഞ്ഞ പേരിൽ പോയി എക്സാം എഴുതിയ ആളാണ്. അപ്പം ഞാൻ മാതാവിനെ മുറുകെ പിടിക്കാന്നല്ലാതെ എനിക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു എക്സാം എഴുതാനും എക്സാം കിട്ടാനും. അങ്ങനെ അവരൊക്കെ എയിംസിലെ പിള്ളേർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാ പ്രൈവറ്റ് കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വന്നതാണ്. ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോയി എക്സാം എഴുതുന്നതാണ്, ഞാൻ കോച്ചിങ് ഒന്നും ചെയ്തിട്ടുള്ളതല്ല. അപ്പോഴും എനിക്ക് എക്സാമിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഇച്ചിരി പ്രാർത്ഥനയൊക്കെ പുറകോട്ടായി, നല്ല രീതിയിൽ ഉഴപ്പാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാതെയായി, പള്ളിയിൽ പോകാനൊക്കെ മടിയായി, ജോലിയുടെ പേരിൽ മടിയൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പം ഈ എക്സാം, അതായത് ഒക്ടോബർ 2025 ഒക്ടോബർ 31 ഡേറ്റ് ആയിരുന്നു ഈ എക്സാമിൻ്റെ വാലിഡിറ്റി. ഇത് കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ റാങ്ക് ഉണ്ടെങ്കിലും ഈ എക്സാം വാലിഡായി പോകും, അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ജൂണിലാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഈ ജോലി കിട്ടുമെന്ന് ഇങ്ങനെ ഉറപ്പായി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇച്ചിരി ഉഴപ്പിയതാ. അപ്പം എനിക്ക് തന്നെ അത് മനസ്സിലായി. പക്ഷെ പിന്നെ ആയപ്പം ഇത് മൊത്തത്തിൽ സ്റ്റക്കായി. അതായത് ESICയിലേക്ക് ഞാൻ ESIC ആണ് അപ്ലൈ ചെയ്തത്, എയിംസ് വെച്ചില്ല. അങ്ങനെ ESICയിലേക്കുള്ള നഴ്സിംഗ് ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മൊത്തം സ്റ്റക്കായി. കേരളത്തിൽ നിന്നുള്ളൊരു നഴ്സിംഗ് ഓഫീസർ സ്റ്റേ കൊടുത്ത് കോടതിയിൽ കേസായതുകൊണ്ട്. അപ്പം ഞങ്ങൾ അത്രയും പഠിച്ചെഴുതിയ പിള്ളേർ 31 എന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സാമിന് വാലിഡിറ്റി ഇല്ല, നമുക്ക് കിട്ടിയ ഈ ജോലി കൊണ്ട് ഒരു ഉപകാരമില്ല, ഇത് മൊത്തത്തിൽ ഫുൾ പോകും. ആ ഒരു സമയപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. ഞാൻ ഇങ്ങനെയൊരു നല്ല രീതിയിൽ എത്തിയിട്ട് ഇത് വീണ്ടും മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കളയുവാണോ എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ പഴയ പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും മാതാവിലേക്ക് മടുത്തു. പക്ഷെ ഒക്ടോബർ കഴിഞ്ഞു, നവംബറായി, എന്നിട്ട് ലിസ്റ്റിന് ഒരു അനക്കം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോയി, വാലിഡിറ്റി കഴിഞ്ഞു, എനിക്ക് ഈ ജോലി കിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഡിസംബർ 25 നോമ്പ് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ നോമ്പെടുക്കാം, പക്ഷേ 25-ാം തീയതി ക്രിസ്മസിന് എനിക്ക് ഗിഫ്റ്റായിട്ട് നീ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരണം. ജനുവരി 11 എൻ്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് മുന്നിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം. ഞാൻ ജസ്റ്റ് ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞാണിത് പ്രാർത്ഥിച്ചത്. ഡിസംബർ 22-ാം തീയതി ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. എണീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കണ്ട മെയിൽ ID ഇയാൾക്ക് അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്, ഫരീദാബാദ്, ഹരിയാന, ഡൽഹി, NCR ആണ്, 12 ദിവസത്തിനകം വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് എനിക്ക് മാതാവ് തന്നത്. അതെനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എൻ്റെ മാതാവ് എനിക്ക് തന്നതാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഞാൻ അങ്ങനെ പോയി ജോയിൻ ചെയ്തു. ജനുവരി 10-ാം തീയതി ഞാൻ അങ്ങനെ നഴ്സിംഗ് ഓഫീസറായി, സെൻട്രൽ ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫായി ഞാൻ ജോയിൻ ചെയ്തു. ജനുവരി 11 എൻ്റെ ബർത്ത്ഡേ. മാതാവ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇത്രയും നല്ലൊരു ജോലിയാണ് എൻ്റെ മുന്നിൽ തന്നത്. എനിക്ക് ഇതൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ കഴിവിൽ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ പപ്പയുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കും, ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുമായിരുന്നു. അതിങ്ങനെ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, കസിൻസ്, ചേച്ചിമാർ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാഡംസ് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, കൊച്ചിൻ്റെ കൈ ഇങ്ങനെ വിറച്ചാൽ കൊച്ച് എങ്ങനെ ഒരു ജോലി ചെയ്യും, എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കും, അതൊരു പ്രശ്നമാവില്ലേ, പേഷ്യൻസിന് കൊച്ചിന് ഡൗട്ട് ആവില്ലേ, അതെങ്ങനെയും മാറ്റം കേട്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എൻ്റെ കയ്യിലെ ഈ കൈവേറെ എങ്ങനെയും ഒന്ന് മാറ്റി തരണേ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ കൈ, ഞാൻ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യുമ്പോൾ വിറയ്ക്കുന്നില്ല, ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ വിറയ്ക്കത്തില്ല, ഞാൻ എന്ത് ചെയ്താലും വിറക്കില്ല. ഞാൻ ഭയങ്കര സ്റ്റേണായിട്ടും കൂളായിട്ടും എല്ലാം ചെയ്തു തുടങ്ങി. അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ മാതാവ് ഓരോരോ കാര്യങ്ങളിൽ എൻ്റെ കൈ എപ്പോഴും പിടിച്ച് നടക്കുമായിരുന്നു. മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ലേറ്റായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോയിട്ട് നമുക്ക് മിസ്സാവാതെ വന്നിട്ടുണ്ട്. പെട്ടി ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബോക്സ് മിസ്സായിട്ടുണ്ട്, പക്ഷേ അത് 2 ദിവസം 3 ദിവസത്തിനകം മാതാവിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ പേരൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഫാമിലി ഫുള്ളായിട്ട്. പിന്നെ എനിക്ക് എപ്പോഴും ഫിനാൻഷ്യലി ഞങ്ങളുടെ ഫാമിലി സ്റ്റേബിൾ ആവണം. പപ്പ വർഷങ്ങളായിട്ട് പുറത്തായിരുന്നു, 12 വർഷമായിട്ട് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാലും പപ്പേനെയും അമ്മേനെയും ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തി ഫാമിലി ഒന്ന് സ്റ്റേബിൾ ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. കാരണം എനിക്ക് ഒരു മാസം കിട്ടുന്ന സാലറി എൻ്റെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങൾക്കും തികയും. അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാനിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, അതെനിക്ക് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്.
പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. ഞാൻ ശ്രീചിത്രയിൽ പീഡിയാട്രിക് സർജറി ICUലായിരുന്നു. അവിടെ എപ്പോഴും കിടക്കുന്ന ക്രിട്ടിക്കലായിട്ടുള്ള ബേബീസാണ്. ഹാർട്ടിന് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻസാണ്. എത്ര സർജറി ചെയ്താലും ജീവനോട് കിട്ടില്ല. ഒരുപാട് കുഞ്ഞു പിള്ളേർ ഡെത്ത് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരൻസാണ് ഞാൻ ലൈഫിൽ കണ്ടത് ഏറ്റവും പത്തറ്റിക് സിറ്റുവേഷൻ നിന്നിട്ടുള്ള ഈ കുഞ്ഞു പിള്ളേരുടെ അമ്മമാരും അച്ഛന്മാരുടെ അവരെ കരച്ചിൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സിക്കായിട്ട് പിള്ളേരെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ, അവിടെ മാതാവിൻ്റെ എണ്ണയുണ്ട്, ഉപ്പുണ്ട്, ചേച്ചി പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ഐസക്ക് എന്ന് പറഞ്ഞൊരു കുഞ്ഞിൻ്റെ അമ്മയോട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഐസക്ക് എല്ലാ ഡോക്ടേഴ്സും പറയും ഐസക്കിനെ കിട്ടില്ല, ഐസക്ക് പോകും, അമ്മയുടെ അടുത്ത് ഹോപ്പ് വെക്കണ്ടെന്ന് പറയാം. പക്ഷേ ആ അമ്മ കൃപാസനത്തെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ചു. മാതാവിൻ്റെ എണ്ണ കുഞ്ഞിന് തൂത്ത് കൊടുക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, ഉടമ്പടി തൈലം തൂക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴും ഐസക്ക് ഞങ്ങളുടെ ICUന്ന് ഡിസ്ചാർജ് ആയി വാടിപ്പോയി, അവിടുന്ന് വീട്ടിൽ പോയി. ഇപ്പോഴും ഐസക്ക് ഹെൽത്തി ആയിട്ടുണ്ട്. ഐസക്കിൻ്റെ ഫോട്ടോസ് ഇടയ്ക്ക് ഐസക്കിൻ്റെ അമ്മ എനിക്ക് അയച്ചു തരും. ഐസക്ക് ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഐസക്കിൻ്റെ അമ്മ വന്ന് സാക്ഷ്യം പറയാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പത്രം കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. പറ്റുന്ന രീതിയിൽ കാരുണ്യപ്രവർത്തികൾ ഫുഡൊക്കെ ആയിട്ട് കുറച്ച് പൈസയായിട്ടൊക്കെ പാവം കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും മാതാവിൻ്റെ ഈശോയുടെയും കൈപിടിച്ച് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഒരിക്കലും അവിടെ നിന്ന് വേർപിരിഞ്ഞു പോകുന്നതാണ് എനിക്ക് ആഗ്രഹം. അത് മാത്രമേ ഇപ്പോൾ എനിക്ക് പ്രാർത്ഥനയായിട്ട് ഈ സന്നിധിയിൽ അർപ്പിക്കാനുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. സാൻഡ്ര എന്ന ഈ മകൾ തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഒരു എയർലിഫ്റ്റ് സാക്ഷ്യവുമായിട്ടാണ് ഈ മകൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അൾത്താരയിൽ നിൽക്കുന്നത്. മകൾക്ക് OET എഴുതുമ്പോഴുള്ള ആ വലിയ സങ്കടവും സ്ട്രഗിളും എല്ലാം മകൾ പറയുകയായിരുന്നു. എല്ലായിടത്തും പരിശുദ്ധ അമ്മ കൂടെ നിന്ന് ഈ മകൾക്ക് പരീക്ഷ എഴുതുവാനും പാസ്സാകുവാനും എല്ലാ അനുഗ്രഹങ്ങൾ നൽകിയത് നേർച്ച വസ്തുക്കളുടെയും അപ്പുറം മകളുടെ വിശ്വസ്തത, ഈശോയും പരിശുദ്ധാമ്മയും ഉള്ള ആ ഉടമ്പടി വളരെ കൃത്യമായി ചെയ്തതിൻ്റെയും ഈശോയെ സ്നേഹിച്ചതിൻ്റെയും ഒരു വലിയ അടയാളമായി മകൾക്ക് ലഭിച്ച ഗിഫ്റ്റാണ്. മകൾ പറഞ്ഞതുപോലെ ഒരു നഴ്സിംഗ് ഓഫീസറായ സെൻട്രൽ ഗവൺമെൻറ് ഹരിയാനയിൽ ഈ മകൾക്ക് ജോലി ലഭിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഈ മകൾ. വലിയ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിലും എല്ലാം തകർന്നുപോയ ഒരു നിമിഷമുണ്ടായിരുന്നു. എനിക്കിനി ജോലി ലഭിക്കുമോ, എനിക്ക് ആധാർ കാർഡ് പോലും ഇല്ലാതെയാണ് ഞാനൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പോയിരിക്കുന്നത്, എനിക്കതിന് എഴുതിയെടുക്കാൻ സാധിക്കുമോ, കാരണം എൻ്റെ കയ്യിൽ മാത്രം യാതൊരു ഐഡൻറ്റിറ്റി പ്രൂഫുമില്ല. അവിടെയാണ് പരിശുദ്ധ അമ്മ ഒരു കാവൽ ദൂതനെ അയക്കുന്നത്. അവിടെയുള്ള എക്സാം സെൻറ്ററിലുള്ള ഒരു സഹോദരൻ വന്നുകൊണ്ട് ഞാൻ നിനക്ക് ഈ ആധാർ എടുത്തു തരാം, ആർക്കുമില്ലാത്ത ഒരു പ്രിവിലേജ് ഈ മകൾക്ക് കൊടുത്തുകൊണ്ട് വളരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ കൈപിടിച്ചെഴുതിയ ഒരു എക്സാമാണ് ഈ മകൾ. കാരണം ഐഡൻറ്റിറ്റി പ്രൂഫ് ഇല്ലാത്തതിൻ്റെ ടെൻഷനിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ച ഒരു എക്സാമിന് മകൾക്ക് ലഭിച്ചത് കേരളത്തിൽ തന്നെ 11 പേരിൽ 5ാമത്തെ റാങ്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച് ഒരു വലിയ പൊസിഷനിലൂടെ ഈ മകളെ ചെന്നെത്തിച്ച് ഉയർത്തിപ്പിടിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകൾ ചോദിച്ചു, എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തരണം, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം. ഇനി സാൻഡ്രയുടെ ഊഴമായി, കാരണം ഞാൻ ചോദിച്ച ഗിഫ്റ്റുകളെല്ലാം എനിക്ക് ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നൽകി കഴിഞ്ഞു. 23ാമത്തെ വയസ്സിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുവാനായി മകളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി സാൻഡ്രയ്ക്ക് നൽകാനുള്ളത് ഒരു റിട്ടേൺ ഗിഫ്റ്റാണ്. നമ്മൾ ക്രിസ്മസിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാലമാണ്. ഇനി സാൻഡ്ര റിട്ടേൺ ഗിഫ്റ്റ് നൽകാമെന്നുള്ള ഒരു വലിയ തീരുമാനത്തിലാണ് ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത്. അതുപോലെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുവാൻ ഈ മകൾക്ക് സാധ്യതയുണ്ടായി. സഞ്ചാരി മാതാവ് സാൻഡ്രയുടെ കൂടെയുണ്ട്. അതിനുള്ള ഡേറ്റും സമയവും എല്ലാം സാൻഡ്രയെ എപ്പോഴും കൃത്യമായി അറിയിച്ചുകൊണ്ടിരുന്നു. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നടന്നു വരുന്നവർ പറന്നു പോകുന്ന ഒരു സാക്ഷ്യമാണിത്. അതിന് ക്രിസ്തീയ ആത്മീയതയിൽ വളർന്നോ എന്നറിയാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു വലിയ ആവശ്യമുണ്ട്.
ഇവിടെയാണ് സാൻഡ്രയുടെ മാറ്റുരച്ച് നോക്കുന്ന ഈശോയുടെ സ്നേഹം എന്തുമാത്രം, ഈശോയോടുള്ള സ്നേഹം എന്തുമാത്രം ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട്, ഈ ക്രിസ്തു കൈമാറ്റം എന്തുമാത്രം നടത്തുന്നുണ്ട് എന്നെല്ലാം ഇനി സാൻഡ്രയാണ് തെളിയിച്ച് കാണിക്കാൻ പോകുന്നത്. അത് ഉടമ്പടിയുടെ കൃത്യമായ ഒരു പക്വതയിലൂടെയാണ് ഇനി സാൻഡ്ര കടന്നു പോകുമ്പോൾ വ്യക്തമാക്കാൻ പോകുന്നത്. കാരണം ജോലി കിട്ടി എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉഴപ്പുന്ന ഒരവസ്ഥ ഉണ്ടാവുകയായിരുന്നു. ഇനി ഇതുപോലെ തുടർന്നാൽ മതി. അവിടെയാണ് വീണ്ടും അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഈശോ എന്നെ കൈപിടിച്ച് നടത്തിയ അനുഭവത്തിൽ നിന്ന് എനിക്ക് കൈവിട്ടു പോകേണ്ട ആവശ്യമില്ല. ഈശോ ഒരിക്കലും നമ്മൾ കൈവിട്ടു പോകരുത്. അവിടെയാണ് ഇന്ന് യൂത്ത് ഒരുപാട് ഈശോയിലേക്ക് അടുക്കുന്നതും സ്നേഹത്തിൽ വളരുന്നതും വഴിതെറ്റിപ്പോകാതെ വഴിവിട്ട ജീവിതത്തിൽ നിന്നെല്ലാം തിരിച്ചു നടക്കുന്നത്. ഈശോയിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൈവിടാതെ നമ്മെ ചേർത്ത് പിടിക്കുന്നതെല്ലാം. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോട് എപ്പോഴും വിശ്വസ്തരായിരിക്കാം. ഈശോ നമ്മുടെ ഒരിക്കലും കൈവിടുകയില്ല. ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. സാൻഡ്രയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോ